പ്രീതികർത്ത സുഹൃത്തുക്കളെ, എല്ലാവർക്കും എൻട്രിയിലേക്ക് സ്വാഗതം. ഞാൻ രാജേഷ് സാർ. നമ്മൾ ഇന്ത്യ ചരിത്രത്തിലെ മൂന്നാമത്തെ ക്ലാസ്സിലേക്ക് കിടക്കുകയാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് ബ്രിട്ടീഷ് കോളനിവൽക്കരണത്തിലെ പ്രധാനപ്പെട്ട യുദ്ധങ്ങളാണ്. അതിന്റെ രണ്ടാമത്തെ ഭാഗത്തിലേക്കാണ് ഇന്ന് കിടക്കുന്നത്. അതിനു മുമ്പ് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച കാര്യങ്ങൾ വളരെ പെട്ടെന്ന് നമുക്കൊന്ന് റിവിഷൻ ചെയ്ത് നോക്കിയാലോ? എന്തൊക്കെയാണ് നമ്മൾ പഠിച്ചതെന്ന് ഓർമ്മയുണ്ടാവും? തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും അല്ലെ? യെസ്, കർണാട്ടിക് യുദ്ധങ്ങൾ പഠിച്ചു. എന്താണ് കർണാട്ടിക് യുദ്ധങ്ങൾ? തെക്കേ ഇന്ത്യയിലെ കച്ചവട ആധിപത്യത്തിന് വേണ്ടിയിട്ട് ബ്രിട്ടനും ഫ്രാൻസും തമ്മിൽ നടന്ന യുദ്ധമാണ് കർണാട്ടിക് യുദ്ധം എന്ന പേരിൽ അറിയപ്പെടുക. മൂന്ന് യുദ്ധങ്ങൾ അല്ലെ? ഒന്നാം കർണാട്ടിക് യുദ്ധത്തിൽ ആരാ വിജയിച്ചേ? ഫ്രഞ്ചുകാരാണ്. ബ്രിട്ടീഷുകാരുടെ ആധിപത്യത്തിന് കീഴിലുണ്ടായിരുന്ന മദ്രാസ് ഭൂപ്രദേശം അവര് പിടിച്ചടക്കി. ഒന്നാം കർണാട്ടിക് യുദ്ധം അവസാനിപ്പിച്ചുകൊണ്ട് ഒപ്പുവെച്ച ഉടമ്പടി ഏതാ? എക്സ്ലാ ഷാപ്പേൽ ഉടമ്പടിയായിരുന്നു അല്ലെ? രണ്ടാം കർണാട്ടിക് യുദ്ധം വിജയിച്ചത് ആരാണ്? ബ്രിട്ടീഷുകാരാണ്. ഫ്രഞ്ചുകാരുടെ അധീനതയിൽ ഉണ്ടായിരുന്ന കർണാടകയിലെ തലസ്ഥാനമായി കണക്കാക്കുന്ന ആർക്കോട്ട് ഭൂപ്രദേശം ബ്രിട്ടീഷുകാർ കീഴടക്കി 1751 അല്ലെ? 1751 ആർക്കോട്ട് കീഴടക്കുവാൻ ബ്രിട്ടീഷുകാരെ സഹായിച്ചത് ബ്രിട്ടീഷ് സൈന്യാധിപനായ റോബർട്ട് ക്ലൈവ് ആയിരുന്നു. രണ്ടാം കർണാടക യുദ്ധം അവസാനിപ്പിച്ചുകൊണ്ട് ഒപ്പുവെച്ച ഉടമ്പടിയായിരുന്നു പുതുച്ചേരി ഉടമ്പടി അല്ലെങ്കിൽ പോണ്ടിച്ചേരി ഉടമ്പടി 1754. യൂറോപ്പിൽ ബ്രിട്ടനും ഫ്രാൻസും തമ്മിൽ 7 വർഷക്കാലം നീണ്ടുനിന്ന യുദ്ധം നടന്നിരുന്നു. അത് സപ്തവത്സര യുദ്ധം എന്നാണ് അറിയപ്പെടുക. യൂറോപ്പിലെ സപ്തവത്സര യുദ്ധ കാലഘട്ടത്ത് ഇന്ത്യയിൽ ബ്രിട്ടീഷുകാരും ഫ്രഞ്ചുകാരും തമ്മിൽ നടന്ന യുദ്ധമാണ് എന്ത് പേരിൽ അറിയപ്പെടുക? മൂന്നാം കർണാട്ടിക് യുദ്ധം എന്ന പേരിൽ അറിയപ്പെടുക. ഈ മൂന്നാം കർണാട്ടിക് യുദ്ധ കാലഘട്ടത്ത് 1760 തമിഴ്നാട്ടിലെ വന്തവാസി എന്ന സ്ഥലത്ത് വെച്ച് നടന്ന യുദ്ധമാണ് വാണ്ടിവാഷ് എന്ന പേരിൽ പ്രസിദ്ധമായത്. ഈ യുദ്ധത്തിൽ ബ്രിട്ടീഷുകാർ വിജയിക്കുകയും അതോടുകൂടി ഇന്ത്യയിലെ ഫ്രഞ്ച് കോളനിവൽക്കരണത്തിന്റെ തീവ്രത അവസാനിച്ചു എന്ന് പറയാം. അവരുടെ കയ്യിലുണ്ടായിരുന്ന തെക്കേ ഇന്ത്യയിലെ പുതുച്ചേരി ഒഴികെയുള്ള മറ്റു ഭൂപ്രദേശങ്ങളെല്ലാം തന്നെ ആര് പിടിച്ചെടുത്തു? ബ്രിട്ടീഷുകാർ പിടിച്ചെടുത്തു. ഈ മൂന്നാം കർണാട്ടിക് യുദ്ധത്തിൽ ബ്രിട്ടീഷ് സൈന്യത്തെ നയിച്ചത് ആരായിരുന്നു? അയർക്കൂട്ട് ആയിരുന്നു അല്ലെ? അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ അങ്ങോട്ട് പോയി. യെസ്, നമ്മുടെ ഇന്ത്യയുടെ കിഴക്ക് ഭാഗത്തേക്ക് പോവുക. ഇന്ത്യയുടെ കിഴക്ക് ഭാഗത്ത് കച്ചവട ആധിപത്യത്തിന് വേണ്ടിയിട്ട് ബ്രിട്ടീഷുകാർ കൽക്കട്ടയിൽ വില്യം കോട്ട പണികെടുപ്പിച്ചത് 1702 കച്ചവടാധിപത്യത്തിലും സാധാരണക്കാരായ ജനങ്ങളിൽ നിന്ന് നികുതി പിരിച്ചു തുടങ്ങിയതും ബംഗാളിലെ നവാബായ സിറാജ് ഉദ്ദൗളയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല. തുടർന്ന് ബ്രിട്ടീഷ് കച്ചവടത്തിന് അറുതി വരുത്തുക എന്ന ലക്ഷ്യത്തോടു കൂടി ബംഗാൾ നവാബായ സിറാജ് ഉദ്ദൗള 1756 ഈ വില്യം കോട്ട പിടിച്ചടക്കി. തുടർന്ന് അലിനഗർ എന്ന പേര് നൽകുകയും ചെയ്തു അല്ലെ? കോട്ട പിടിച്ചടക്കിയപ്പോൾ 146 ബ്രിട്ടീഷുകാര്, അതായത് കീഴടങ്ങിയ ബ്രിട്ടീഷുകാരെ, ബ്രിട്ടീഷ് സൈനികരെ തടവിലാക്കുകയും ഒരു ചെറിയ ഇരുട്ടുമുറിയിൽ അടയ്ക്കുകയും ചെയ്തു. അതിൽ 123 പേര് ശ്വാസം മുട്ടി മരിച്ചു. ഇതാണ് ഇരിട്ടറ ദുരന്തം എന്ന പേരിൽ അറിയപ്പെടുക. അപ്പോൾ ഇരിട്ടറ ദുരന്തം ഏത് വർഷമാണ്? 1756 ഇതിന് പകരം വീട്ടുക എന്ന ലക്ഷ്യത്തോടു കൂടി ബ്രിട്ടീഷ് സൈന്യാധിപനായ റോബർട്ട് ക്ലൈവ് സിറാജ് ഉദ്ദൗളയെ 1757 ജൂൺ മാസം 23 പശ്ചിമ ബംഗാളിലെ പലാശി ഗ്രാമത്തിൽ വെച്ച് പരാജയപ്പെടുത്തി. ഇതാണ് എന്ത് പേരിൽ അറിയപ്പെടുക? പ്ലാസി യുദ്ധം എന്ന പേരിൽ അറിയപ്പെടുക അല്ലെ? തുടർന്ന് സിറാജ് ഉദ്ദൗളയുടെ സർവ്വസൈന്യാധിപനായ മിർജാഫറിനെ എന്ത് ചെയ്തു? റോബർട്ട് ക്ലൈവ് ബംഗാളിലെ നവാബായി നിയമിക്കുന്നു. ബ്രിട്ടീഷുകാരുടെ ആധിപത്യത്തിന് കീഴിൽ ബംഗാളിൽ പുതിയൊരു ഭരണം ആരംഭിക്കുകയാണ് അല്ലെ? അതുകൊണ്ട് പ്ലാസി യുദ്ധത്തെ നമ്മൾ എന്തെന്ന് വിളിക്കും? യെസ്, ബ്രിട്ടീഷ് ഭരണത്തിന്റെ ആരംഭത്തിന് കാരണമെന്ന് വിളിക്കും. ബ്രിട്ടീഷുകാരെ നേരിട്ട് ഭരിച്ചില്ലെങ്കിലും ബ്രിട്ടീഷുകാരുടെ നിർദ്ദേശപ്രകാരം ആരാണ് ഭരിക്കുക? മിർജാഫർ. പക്ഷെ മിർജാഫർ കുറച്ചു ദിവസം കഴിഞ്ഞപ്പോൾ ബ്രിട്ടീഷുകാരുടെ ആധിപത്യം അംഗീകരിക്കാതെയായി. അങ്ങനെ മിർജാഫറിനെ മാറ്റിക്കൊണ്ട് ബ്രിട്ടീഷുകാർ ആരെ നിയമിക്കുന്നു? ബംഗാൾ നവാബായി മിർ കാസിമിനെ നിയമിക്കുന്നു. ആദ്യ കാലഘട്ടത്തിൽ മിർ കാസിമും ബ്രിട്ടീഷുകാരെ അംഗീകരിച്ചെങ്കിലും പിൽക്കാലത്ത് അദ്ദേഹം എന്ത് ചെയ്തു? പ്രാദേശിക ഭരണാധികാരികളെ കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടുന്നു. അതാണ് ബക്സാർ യുദ്ധം. ബംഗാൾ നവാബായിരുന്ന മിർ കാസിമും കൂടാതെ ഔദല നവാബ് പൂജ ഉദ്ദൗള, മുഗൾ ചക്രവർത്തിയായിരുന്ന ഷാ ആലം രണ്ടാമൻ എന്നിവരെ കൂട്ടിയോജിപ്പിച്ചുകൊണ്ടാണ് ബക്സാർ യുദ്ധത്തിലേക്ക് പോവുക. അവിടെയും ബ്രിട്ടീഷുകാര് ഏകപക്ഷീയമായി വിജയം കരസ്ഥമാക്കിയപ്പോൾ സ്വാഭാവികമായിട്ട് ബംഗാൾ നവാബായ മിർ കാസിമിന് രാജ്യം തന്നെ നഷ്ടമായി. ഔദലെ നവാബ് പൂജ ഉദ്ദൗളയും മുഗൾ ചക്രവർത്തി ഷാ ആലം രണ്ടാമനും എന്ത് ചെയ്യണം? നഷ്ടപരിഹാരം കൊടുക്കണം. അങ്ങനെ
ബക്സാർ യുദ്ധത്തിന്റെ നഷ്ടപരിഹാരം എന്ന നിലയിലാണ് 1765 മുഗൾ ചക്രവർത്തിയായ ഷാ ആലം രണ്ടാമൻ എന്ത് ചെയ്യുന്നത്, അലഹാബാദ് ഉടമ്പടിയിൽ ഒപ്പുവെക്കുന്നത്. ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് വേണ്ടി അലഹാബാദ് ഉടമ്പടിയിൽ ഒപ്പുവെച്ചത് ആ സമയത്ത് ബംഗാളിന്റെ സർവ്വസൈന്യാധിപനായി സേവനം ചെയ്യുകയായിരുന്ന റോബർട്ട് ക്ലൈവ് ആണ്. ഈ അലഹാബാദ് ഉടമ്പടി പ്രകാരം ബംഗാൾ, ബീഹാർ, ഒഡീഷ എന്നിവിടങ്ങളിലെ നികുതി പിരിക്കാനുള്ള അധികാരം ആർക്ക് കിട്ടി? ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് ലഭിച്ചു. ഓക്കെ, അതോടുകൂടി ബ്രിട്ടീഷുകാർ നേരിട്ട് ബംഗാളിൽ ആധിപത്യം സ്ഥാപിക്കുകയാണ്, ഭരണം സ്ഥാപിക്കുകയാണ്. ഇത് ദിവാനി അധികാരം എന്ന പേരിലാണ് പ്രസിദ്ധമായി അറിയപ്പെടുക. അപ്പൊ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ബക്സാർ യുദ്ധത്തോടുകൂടി ബ്രിട്ടീഷുകാർ നേരിട്ട് ഭരണം ആരംഭിച്ചു, അല്ലെങ്കിൽ ബ്രിട്ടീഷ് ഭരണം ഉറപ്പിച്ചു, സുസ്ഥാപിതമാക്കി എന്നൊക്കെ നമുക്ക് പറയാം. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചത്, ശരിയല്ലേ? അങ്ങനെ 1765 റോബർട്ട് ക്ലൈവ് ദിവാനി അധികാരത്തോടുകൂടി യഥാർത്ഥത്തിൽ ബംഗാളിൽ നേരിട്ട് ബ്രിട്ടീഷുകാർ ഭരണം നടത്തുന്ന ഭൂപ്രദേശത്ത് അധികാരിയായി നിയമിക്കപ്പെട്ടു. അതുകൊണ്ട് നമ്മൾ അദ്ദേഹത്തെ എന്തെന്ന് വിളിച്ചു? യെസ്, ബംഗാൾ ഗവർണർ. ബംഗാളിലെ ആദ്യത്തെ ഗവർണർ എന്നറിയപ്പെടുന്നത് ആരാണ്? റോബർട്ട് ക്ലൈവ് ആണ്. അതിനു മുമ്പ് ഗവർണർ ഉണ്ടെങ്കിലും യഥാർത്ഥത്തിൽ നേരിട്ട് അധികാരം ലഭിച്ചിരുന്ന ഗവർണർ ആയിരുന്നു അല്ല. നേരിട്ട് അധികാരം ലഭിച്ച ആദ്യ ബംഗാൾ ഗവർണറാണ് ആര്? റോബർട്ട് ക്ലൈവ്. ഇന്ത്യയിൽ അധികാരം സ്ഥാപിച്ച ആദ്യ വ്യക്തി എന്ന രീതിയിലാണ് നമ്മൾ റോബർട്ട് ക്ലൈവിനെ വിശേഷിപ്പിക്കുക. ഓക്കെ, അദ്ദേഹത്തെ കുറിച്ചും നമ്മൾ ഇന്നേ ദിവസം ഈ ക്ലാസ്സിലൂടെ വിശദമായി തന്നെ പഠിക്കും. ഓക്കെ അല്ലേ? യെസ്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച കാര്യങ്ങൾ നിങ്ങൾക്ക് ഓർമ്മയുണ്ട്, നമ്മളൊന്ന് പെട്ടെന്ന് ഒന്ന് ഓർമ്മിക്കുകയും ചെയ്തു. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോവാം. ബ്രിട്ടീഷ് കോളനികൾ കേരളത്തിലെ പ്രധാന യുദ്ധങ്ങളിൽ രണ്ടാമത്തെ ഭാഗത്തേക്ക് നമ്മൾ കിടക്കുകയാണ്. ഇന്നേ ദിവസം തെക്കേ ഇന്ത്യയിൽ ആധിപത്യം സ്ഥാപിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി മൈസൂർ സാമ്രാജ്യം നടത്തിയ പടനീക്കത്തെ ബ്രിട്ടീഷുകാരെ തകർത്ത കാര്യങ്ങളാണ് നമ്മൾ ഇന്നേ ദിവസം പഠിക്കുക. പ്രസിദ്ധനായ മൈസൂർ ഭരണാധികാരി ടിപ്പു സുൽത്താനെ കുറിച്ചും പിന്നെ ഇന്ത്യയിൽ ബ്രിട്ടീഷ് ഭരണത്തിന് തുടക്കം കുറിച്ച റോബർട്ട് ക്ലൈവിനെ കുറിച്ചും നമ്മൾ ഇന്നേ ദിവസം കൃത്യമായി പഠിച്ചുറപ്പിക്കും. ഓക്കെ, അതാണ് നമ്മുടെ ലക്ഷ്യം. തുടങ്ങിയാലോ നമുക്ക്? യെസ്, ആരംഭിക്കാം. ആംഗ്ലോ മൈസൂർ യുദ്ധങ്ങൾ. ആ പേരിൽ തന്നെയുണ്ട്. ആംഗ്ലോ എന്ന് പറഞ്ഞാൽ ആംഗ്ലിക്കൻ, അതായത് ബ്രിട്ടീഷുകാരാണ്. മൈസൂർ എന്ന് പറയുമ്പോൾ മൈസൂർ സാമ്രാജ്യം, അല്ലെ? ഈ മൈസൂർ സാമ്രാജ്യവും ബ്രിട്ടീഷുകാരും തമ്മിൽ നടന്ന യുദ്ധമാണ് ആംഗ്ലോ മൈസൂർ യുദ്ധങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുക. 4 ആംഗ്ലോ മൈസൂർ യുദ്ധങ്ങളുണ്ട്. ഓക്കെ, ഇനി ഈ ആംഗ്ലോ മൈസൂർ യുദ്ധങ്ങൾ ഉണ്ടാകാനുള്ള കാരണങ്ങൾ, ഒരുപാട് കാരണങ്ങളുണ്ട്. അതില് കേരള ചരിത്രം പഠിക്കുമ്പോൾ നിങ്ങൾ ഒരു കാരണം പഠിക്കും, ശരിയല്ലേ? ആ കാരണം പറഞ്ഞിട്ട് നമുക്ക് ക്ലാസ്സിലേക്ക് വരാം. ഓക്കെ, കേരള ചരിത്രം പഠിക്കുമ്പോഴാണ് കാരണം പറയുക. എന്താണ് കാരണം? യെസ്, നമ്മുടെ ടിപ്പു സുൽത്താൻ 1766 ആയപ്പോൾ വടക്കൻ കേരളത്തിലേക്ക് പടയോട്ടം നടത്തി. ഇന്നത്തെ വടക്കൻ കേരളം അല്ലെങ്കിൽ മലബാർ മേഖല എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. ഇന്നത്തെ വടക്കൻ കേരളം അല്ലെങ്കിൽ മലബാർ മേഖലയിലേക്ക് മൈസൂർ ഭരണാധികാരിയ ഹൈദർ അലി പടയോട്ടം നടത്തി. പടയോട്ടം നടത്തിയപ്പോൾ വടക്കൻ കേരളത്തിലെ സാധാരണക്കാരായ പ്രാദേശിക നാട്ടുരാജ്യങ്ങൾ എന്ത് ചെയ്തു? ഒരു എതിർപ്പും കൂടാതെ നമ്മുടെ ഹൈദർ അലിയുടെ സൈനിക ശക്തിയെ പേടിച്ചുകൊണ്ട് ഹൈദർ അലിക്ക് കീഴടങ്ങി, അല്ലെങ്കിൽ രാജ്യം യുദ്ധമില്ലാതെ തന്നെ ഹൈദർ അലിക്ക് സമർപ്പിച്ചു എന്ന് പറയാം. അങ്ങനെ ഹൈദർ അലി സൈനികരേക്ക് കൊണ്ടുവന്നു. യുദ്ധമൊന്നും ചെയ്തില്ലെങ്കിലും മലബാർ ഭൂപ്രദേശം പൂർണ്ണമായി ഹൈദർ അലിക്ക് കിട്ടി എന്ന് പറയാം, അല്ലെ? മലബാർ ഭൂപ്രദേശം പൂർണ്ണമായി ഹൈദർ അലിക്ക് കിട്ടി. തുടർന്ന് അദ്ദേഹം എന്ത് ചെയ്തു? തെക്കൻ കേരളത്തിലേക്ക്, അതായത് കൊച്ചി മഹാരാജ്യവും തിരുവിതാംകൂറും ആക്രമിച്ച് കീഴടക്കുക എന്ന ലക്ഷ്യത്തിലേക്ക് കൂടുതൽ അടുക്കുന്നതിന് വേണ്ടിയിട്ട് പാലക്കാട് ഒരു സൈനിക താവളം അഥവാ കോട്ട പണികഴിപ്പിച്ചു 1766. ഓക്കെ, അപ്പോ 1766 എന്ത് ചെയ്തു? പാലക്കാട് കോട്ട പണികഴിപ്പിച്ചത് ആരായിരുന്നു? ഹൈദർ അലി ആയിരുന്നു. ഓക്കെ, അപ്പൊ സ്വാഭാവികമായിട്ട് ആ സമയത്ത് തിരുവിതാംകൂർ എന്ന നാട്ടുരാജ്യത്തിന് ബ്രിട്ടീഷുകാരുമായി അഭേദ്യമായി ബന്ധമുണ്ട്. മാർത്താണ്ഡവർമ്മയുടെ കാലഘട്ടം മുതൽ ബ്രിട്ടീഷുകാര് തിരുവിതാംകൂറിനെ സഹായിച്ചിരുന്നു. അത് മാർത്താണ്ഡവർമ്മയ്ക്ക് ശേഷം അധികാരത്തിലേറിയ ധർമ്മരാജ അല്ലെങ്കിൽ കിഴവൻ രാജ എന്നറിയപ്പെടുന്ന കാർത്തിക തിരുനാളിന്റെ കാലഘട്ടത്തിൽ തുടർന്നു. അങ്ങനെ പാലക്കാട് കോട്ട ആരംഭിച്ച 1766 ആ സമയത്ത് തിരുവിതാംകൂർ ഭരണാധികാരിയായിരുന്ന കാർത്തിക തിരുനാൾ എന്ത് ചെയ്യുന്നു? കൊച്ചി രാജ്യത്തിന്റെ സഹായത്തോടു കൂടി നെടുങ്കോട്ട പണിയെടുപ്പിക്കുന്നു. ഓക്കെ, കൂടാതെ കൊടുങ്ങല്ലൂർ കോട്ട
വിലയ്ക്ക് വാങ്ങി ആരെ പ്രതിരോധിക്കുന്നു? മൈസൂർ രാജാക്കന്മാർ പ്രതിരോധിക്കുകയാണ്. ഓക്കെ. കൂടാതെ തിരുവിതാംകൂർ ബ്രിട്ടീഷുകാരുടെ സഹായം കൂടെ അഭ്യർത്ഥിച്ചു. അപ്പൊ തിരുവിതാംകൂർ സഹായം അഭ്യർത്ഥിച്ചു കഴിഞ്ഞാൽ ഉടൻ തന്നെ ബ്രിട്ടീഷുകാർ അത് കേൾക്കുമോ? സാധാരണ ഇതിൽ കേൾക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ബ്രിട്ടീഷുകാരെ സംബന്ധിച്ച് നമ്മൾ പഠിച്ചു, കേരളത്തില് ബ്രിട്ടീഷുകാരുടെ രണ്ടാമത്തെ കച്ചവട കേന്ദ്രം അഥവാ പണ്ടകശാല എവിടെയായിരുന്നു? ഒന്നാമത്തത് വിഴിഞ്ഞത്തായിരുന്നു നമ്മൾ പറഞ്ഞു, 1644. രണ്ടാമത്തത് അഞ്ചുതെങ്ങായിരുന്നു, അല്ലെ, 1684. മൂന്നാമത്തത് തലശ്ശേരിയിലായിരുന്നു, 1684 തന്നെ. എന്നിട്ട് ഈ അഞ്ചുതെങ്ങിലും തലശ്ശേരിയിലും ബ്രിട്ടീഷുകാർ എന്ത് ചെയ്തിരുന്നു? കോട്ട പണി കഴിപ്പിച്ചിരുന്നു. അഞ്ചുതെങ്ങ് കോട്ട പണി കഴിപ്പിക്കുന്നത് 1695-ലാണ്. തലശ്ശേരിയിലും തുടർന്ന് കോട്ട പണി കഴിപ്പിക്കുക. ഈ തലശ്ശേരി എന്ന് പറയുന്ന പണ്ടകശാലയും സൈനിക താവളവും ഉള്ള ഭൂപ്രദേശം കൂടെ ആര് കൈവശപ്പെടുത്തി? 1766 പാലക്കാട് കോട്ട പണി കഴിപ്പിച്ചുകൊണ്ട് പടനീക്കം നയിച്ചുകൊണ്ട് ഹൈദരലി സ്വന്തമാക്കി. അതുകൊണ്ടാണ് സ്വാഭാവികമായിട്ട് ബ്രിട്ടീഷുകാർ എന്ത് ചെയ്യുന്നത്? മൈസൂർ സാമ്രാജ്യത്തിന്റെ ഈ സാമ്രാജ്യ വിസ്തൃതി തടയണം എന്ന ലക്ഷ്യത്തോടു കൂടി യുദ്ധത്തിലേക്ക് വരിക. 1765 കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചതുപോലെ അലഹബാദ് ഉടമ്പടി പ്രകാരം നമ്മുടെ റോബർട്ട് ക്ലൈവ് ബംഗാളിന്റെ ആദ്യത്തെ നേരിട്ട് ഭരണം നടത്തുന്ന ഗവർണർ സ്ഥാനത്ത് അവരോധിക്കപ്പെട്ടു, അല്ലെ. 1767 മൈസൂർ രാജാക്കന്മാരെ എതിർക്കുന്നതിന് വേണ്ടിയിട്ട് റോബർട്ട് ക്ലൈവിനെ അവിടുന്ന് ഗവർണർ സ്ഥാനത്ത് നിന്ന് പിൻവലിച്ചുകൊണ്ട് എന്ത് ചെയ്തു? തെക്കേ ഇന്ത്യയിലെ സൈനിക മേധാവിക്കാക്കി മാറ്റിയാണ്. കാരണം എവിടെയൊക്കെ ബ്രിട്ടീഷുകാർക്ക് പരാജയമുണ്ടായോ അതിന് തക്കതായ പകരം വീട്ടുക എന്ന ലക്ഷ്യത്തോടു കൂടി ബ്രിട്ടീഷുകാർ നിയോഗിച്ച ബ്രിട്ടീഷുകാരുടെ വിശ്വസ്തനായ സൈന്യാധിപനായിരുന്നു റോബർട്ട് ക്ലൈവ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ തന്നെ പഠിച്ചു, അല്ലെ. എവിടേക്കാണ് അദ്ദേഹത്തെ കൊണ്ടുവരിക? രണ്ടാം കർണാടിക് യുദ്ധത്തിൽ കൊണ്ടുവരുന്നു, ശരിയല്ലേ. ഒന്നാം കർണാടിക് യുദ്ധത്തിൽ ബ്രിട്ടീഷുകാർ പരാജയപ്പെട്ടത് കൊണ്ടാണ് രണ്ടാം കർണാടിക് യുദ്ധത്തിൽ ആര് വരിക? റോബർട്ട് ക്ലൈവ് വരിക. അതിൽ വിജയിച്ചില്ലേ? ആർക്കോട്ട് ഭൂപ്രദേശം കീഴടക്കിയില്ലേ? അത് കഴിഞ്ഞ് കഴിഞ്ഞ ക്ലാസ്സിൽ തന്നെ നമ്മൾ വീണ്ടും പഠിച്ചിരുന്നു, 1756 ഇരിട്ടറ ദുരന്തത്തിലൂടെ നമ്മുടെ സിറാജ് ഉദ്ദൗള വില്യം കോട്ട കീഴടക്കുകയും അലിനഗർ എന്ന് പേര് നൽകുകയും ചെയ്തു. ആ കോട്ട തിരിച്ചു പിടിച്ചുകൊണ്ട് കച്ചവടം ശക്തി പ്രാപിക്കുന്നതിന് വേണ്ടിയിട്ടാണ് പ്ലാസി യുദ്ധത്തിൽ ആര് വരിക? റോബർട്ട് ക്ലൈവ് വരിക, ശരിയല്ലേ. അതുകൊണ്ട് തന്നെ തെക്കേ ഇന്ത്യയിലെ മൈസൂർ സാമ്രാജ്യത്തിന്റെ സാമ്രാജ്യ വിസ്തൃതി തടയിടുക എന്ന ലക്ഷ്യത്തോടു കൂടി ആര് വരുന്നു? റോബർട്ട് ക്ലൈവ് വരുന്നു. പക്ഷേ എന്ത് സംഭവിച്ചു? അവിടെ യുദ്ധത്തിൽ ഹൈദർ അലി വിജയിച്ചു. അതുവരെ റോബർട്ട് ക്ലൈവിനെ പുകഴ്ത്തിയവര് അദ്ദേഹത്തെ ഇകഴ്ത്തി തുടങ്ങി, അദ്ദേഹത്തെ പരിഹസിച്ചു തുടങ്ങി. ആ കഥ നമ്മളൊന്ന് ഏറ്റവും അവസാനം പറയും കേട്ടോ. അപ്പോ ഒന്നാം ആംഗ്ലോ മൈസൂർ യുദ്ധം 1767 മുതൽ 69 വരെ ആരൊക്കെ തമ്മില്? ബ്രിട്ടീഷുകാർക്ക് വേണ്ടി റോബർട്ട് ക്ലൈവും പിന്നെ ഹൈദർ അലിയും. കാലഘട്ടം ഓർമ്മിക്കണേ, 1765 അലഹബാദ് ഉടമ്പടി മുതൽ 1767 വരെ റോബർട്ട് ക്ലൈവ് ബംഗാളിന്റെ ഗവർണർ ആയിരുന്നു. തുടർന്ന് അദ്ദേഹത്തെ അവിടെ നിന്ന് പിൻവലിച്ചത് ശേഷമാണ് തെക്കേ ഇന്ത്യയില് സർവ്വ സൈന്യാധിപനായി നിയമിക്കുക. ഓക്കെ. അപ്പോൾ 1767 മുതൽ 69 വരെ ഒന്നാം ആംഗ്ലോ മൈസൂർ യുദ്ധ കാലഘട്ടത്ത് ബ്രിട്ടീഷ് സൈന്യത്തെ നയിച്ചത് ആരായിരുന്നു? റോബർട്ട് ക്ലൈവ് ആയിരുന്നു. യുദ്ധത്തിൽ ഹൈദർ അലി വിജയിച്ചു. കാരണം ഹൈദർ അലിക്ക് തെക്കൻ കേരളത്തിലെ ഭൂപ്രകൃതിയെക്കുറിച്ച് വിശാലമായ അറിവുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ബ്രിട്ടീഷുകാരെ പരാജയപ്പെടുത്താൻ കഴിഞ്ഞു. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു, രണ്ട് രാജ്യങ്ങളോ രണ്ട് പ്രദേശങ്ങളോ തമ്മിൽ യുദ്ധത്തിൽ ഏർപ്പെടുമ്പോൾ പരാജയപ്പെടുന്ന രാജ്യത്ത് വെച്ചായിരിക്കാം സാധാരണഗതിയിൽ എന്ത് ചെയ്യുക? ഉടമ്പടി ഒപ്പുവെക്കുക, അല്ലെ. ഇവിടെ ബ്രിട്ടീഷുകാർ പരാജയപ്പെട്ടല്ലോ. ബ്രിട്ടീഷുകാരുടെ തെക്കേ ഇന്ത്യയിലെ ആസ്ഥാനം എവിടെയാ? മദ്രാസ് ആണ്, അല്ലെ. യെസ്, നോക്കിയേ, യുദ്ധം അവസാനിപ്പിച്ചുകൊണ്ട് ഒപ്പുവെച്ച ഉടമ്പടിയാണ് എന്താ? മദ്രാസ് ഉടമ്പടി. മദ്രാസ് ഉടമ്പടി ഒപ്പുവെച്ച ഏത് വർഷമാ? യുദ്ധം അവസാനിച്ച വർഷം 1769. തീർന്നേ. അപ്പോൾ ഒന്നാം ആംഗ്ലോ മൈസൂർ യുദ്ധം 1767 മുതൽ 69 വരെ റോബർട്ട് ക്ലൈവും ഹൈദർ അലിയും ഏറ്റുമുട്ടുന്നു. യുദ്ധത്തിൽ ഹൈദർ അലി വിജയിക്കുകയും യുദ്ധം അവസാനിപ്പിച്ചുകൊണ്ട് ഒപ്പുവെച്ച ഉടമ്പടി എന്ത് പേരിൽ അറിയപ്പെടുന്നു? മദ്രാസ് ഉടമ്പടി എന്നറിയപ്പെടുന്നു. മദ്രാസ് ഉടമ്പടി ഒപ്പുവെച്ചത് എവിടെയാണ്? ഏത് വർഷമാണ്? 1769-ലുമാണ്. ക്ലിയർ ആണേ. അപ്പോ ആംഗ്ലോ മൈസൂർ യുദ്ധം ഉണ്ടാകാനുള്ള പ്രധാന കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1766 പാലക്കാട് കോട്ട പണിയെടുപ്പിച്ചുകൊണ്ട് കേരളത്തിലേക്ക് മൈസൂർ സാമ്രാജ്യം നടത്തിയ സൈനിക നീക്കമെന്ന് പറയാം. അല്ലെങ്കിൽ പറയാം, മൈസൂർ സാമ്രാജ്യത്തിന്റെ സാമ്രാജ്യ വിസ്തൃതി എന്ന ലക്ഷ്യമാണ് എന്തിനു കാരണമായി തീരുന്നത്? ഒന്നാം ആംഗ്ലോ മൈസൂർ യുദ്ധത്തിന് കാരണമായി തീരുക. ഓക്കെ, യെസ്. അപ്പൊ സ്വാഭാവികമായിട്ട്
ഹൈദരലി വിജയിച്ചു, ബ്രിട്ടീഷുകാർ പരാജയപ്പെട്ടു. ചുരുക്കി പറഞ്ഞാൽ 1766 പാലക്കാട് കോട്ട പണികഴിപ്പിക്കുകയും പടനീക്കം നടത്തുകയും ചെയ്ത ഹൈദരലി വടക്കൻ കേരളത്തിലെ എല്ലാ നാട്ടുരാജാക്കന്മാരുടെ മേലും ആധിപത്യം നേടി. എതിർക്കാൻ വന്ന ബ്രിട്ടീഷുകാരെ എന്ത് ചെയ്തു? ഹൈദരലി പരാജയപ്പെടുത്തി. അപ്പൊ സ്വാഭാവികമായി നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും, ഹൈദരലി വടക്കൻ കേരളത്തിലെ അദ്ദേഹത്തിന്റെ അധികാരം ഒന്നുകൂടെ ഉറപ്പിച്ചു. എന്തിലൂടെ? ഒന്നാം ആംഗ്ലോ മൈസൂർ യുദ്ധത്തിലൂടെ. അപ്പോ വടക്കൻ കേരളത്തിലെ നാട്ടുരാജാക്കന്മാര് ഒന്ന്, അവരുടെ രാജ്യം ആർക്കടിയറവ് പറഞ്ഞു? ഹൈദരലിക്ക്. രണ്ട്, ബ്രിട്ടീഷുകാർ യുദ്ധത്തിന് വന്നപ്പോൾ ഒരുപക്ഷെ തങ്ങൾക്ക് സ്വാതന്ത്ര്യം കിട്ടുമെന്ന് ആര് വിചാരിച്ചു? വടക്കൻ കേരളത്തിലെ നാട്ടുരാജാക്കന്മാർ വിചാരിച്ചെങ്കിലും ഒന്നാം ആംഗ്ലോ മൈസൂർ യുദ്ധത്തിൽ ഹൈദരലി വിജയിച്ചതോടുകൂടി ആ പ്രതീക്ഷയും നശിച്ചുപോയി. എങ്കിലും പ്രാദേശിക നാട്ടുരാജാക്കന്മാര് രഹസ്യമായി കൂടി ആലോചിച്ചുകൊണ്ട് ഹൈദരലിയെ പരാജയപ്പെടുത്തുവാൻ ബ്രിട്ടീഷുകാരെ സഹായിക്കാമെന്ന് തീരുമാനിച്ചു. ബ്രിട്ടീഷുകാരും ഈ സഹായം സന്തോഷപൂർവ്വം സ്വീകരിച്ചു. കാരണം ബ്രിട്ടീഷുകാരെ സംബന്ധിച്ചിട്ട് പ്രാദേശികമായി അടികൂടിക്കൊണ്ടിരിക്കുന്ന നാട്ടുരാജാക്കന്മാരെ എന്ത് ചെയ്തു? വളരെ ലാഘവത്തോടുകൂടി അവർ ഉപയോഗിച്ചുകൊണ്ട് അവരുടെ വ്യക്തിപരമായ, അല്ലെങ്കിൽ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് കൂടുതൽ നികുതി പിരിക്കുവാനുള്ള അധികാരം നേടുക എന്നതാണ് അവരുടെ ലക്ഷ്യം. അപ്പൊ സ്വാഭാവികമായിട്ടും പ്രാദേശിക നാട്ടുരാജ്യങ്ങൾ ഹൈദരലിക്കെതിരെ ബ്രിട്ടീഷുകാരെ സഹായിക്കുമെന്ന് വാഗ്ദാനം ചെയ്തപ്പോൾ ബ്രിട്ടീഷുകാർ അത് അംഗീകരിക്കുകയും ചെയ്തു. അതില് ഏറ്റവും പ്രമുഖനായ ഭരണാധികാരിയായിരുന്നു ആര്? കോട്ടയം രാജവംശത്തിലെ, വടക്കൻ കേരളത്തിലെ കോട്ടയം രാജവംശത്തിലെ കേരളവർമ്മ പഴശ്ശിരാജ. നിങ്ങൾ കേരള ചരിത്രം പഠിക്കുമ്പോഴാണ് അത് പഠിക്കുന്നത്, പക്ഷെ നമ്മളിവിടെ പഠിക്കുമ്പോഴും അത് ചെറുതായിട്ട് ഓർമ്മിക്കണം. അതുകൊണ്ടാണ്. അങ്ങനെ കോട്ടയം കേരളവർമ്മ പഴശ്ശിരാജ ബ്രിട്ടീഷുകാരെ സഹായിക്കാമെന്ന് വാഗ്ദാനം ചെയ്തു. അങ്ങനെ രണ്ടാം ആംഗ്ലോ മൈസൂർ, ഈ രണ്ടാം ആംഗ്ലോ മൈസൂർ യുദ്ധത്തിൽ കേരളത്തിലെ പ്രാദേശിക നാട്ടുരാജ്യങ്ങൾ, അത് തിരുവിതാംകൂർ ആയിക്കോട്ടെ, കൊച്ചി ആയിക്കോട്ടെ, വടക്കൻ കേരളത്തിൽ നമ്മുടെ മൈസൂർ ആധിപത്യത്തിന് കീഴിലായ പ്രാദേശിക നാട്ടുരാജ്യങ്ങളായിക്കോട്ടെ, ഇവരൊക്കെ ബ്രിട്ടീഷുകാരെ സഹായിക്കാൻ തീരുമാനിച്ചു. ഓക്കെ. അപ്പോ പകരമായിട്ട് നമ്മുടെ ബ്രിട്ടീഷുകാർ പറഞ്ഞു, മൈസൂർ സാമ്രാജ്യത്തിന്റെ ആധിപത്യത്തിൽ നിന്ന് മോചിപ്പിക്കുന്ന ഭൂപ്രദേശത്ത് നികുതി പിരിക്കുവാൻ ആരെ അനുവദിക്കും? നമ്മുടെ കേരളവർമ്മ പഴശ്ശിരാജയെ അനുവദിക്കുമെന്ന് ബ്രിട്ടീഷുകാർ വാഗ്ദാനം ചെയ്തു. അങ്ങനെ രണ്ടാം ആംഗ്ലോ മൈസൂർ യുദ്ധം ആരംഭിക്കുന്നു. ഇന്നു മുതൽ എന്നിവരെ 1780 മുതൽ 1784 വരെ, 1780 മുതൽ 1784 വരെ. ക്ലിയർ? 1780 മുതൽ 1784 വരെയാണ് രണ്ടാം ആംഗ്ലോ മൈസൂർ യുദ്ധം നടക്കുക. ഓക്കെ. ആരൊക്കെ തമ്മിൽ? ആ സമയത്ത് ബംഗാളിന്റെ ഗവർണർ ജനറൽ എന്ന് പറയുന്നത് വാറൻ ഹേസ്റ്റിങ്സ് ആണ്. മൈസൂർ ഭരണാധികാരി ഹൈദരലി. അതിശക്തമായി ഏറ്റുമുട്ടുക. ഹൈദരലി ബ്രിട്ടീഷ് അധീന പ്രദേശമായ കർണാടകയിലെ ആർക്കോട്ട് ഭൂപ്രദേശം കീഴടക്കി. ഈ ആർക്കോട്ട് എന്ന് പറയുന്ന ഭൂപ്രദേശം നിങ്ങൾക്ക് എവിടെയെങ്കിലും പഠിച്ചതിട്ട് ഓർമ്മയുണ്ടോ? അല്ലേ? അതെ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു അല്ലേ? എന്താ നമ്മൾ പഠിച്ചേ? ഓർമ്മയുണ്ടോ? രണ്ടാം കർണാട്ടിക് യുദ്ധത്തിൽ ഫ്രാൻസിന്റെ അധീനതയിലുണ്ടായിരുന്ന കർണാടകയുടെ തലസ്ഥാനമായി കണക്കാക്കുന്ന ആർക്കോട്ട് ഭൂപ്രദേശം റോബർട്ട് ക്ലൈവിന്റെ നേതൃത്വത്തിൽ ആര് കീഴടക്കി? ബ്രിട്ടീഷുകാർ കീഴടക്കി. കൃത്യമായി പറഞ്ഞാൽ 1751. ഈ 1751 നടന്ന ആർക്കോട്ട് കീഴടക്കുന്ന പ്രത്യേക യുദ്ധത്തെ നമ്മൾ എന്തെന്ന് വിളിച്ചു? ആർക്കോട്ട് യുദ്ധം എന്ന് വിളിച്ചു. ശരിയല്ലേ? അങ്ങനെ ആർക്കോട്ട് ബ്രിട്ടീഷുകാരുടെ അധീനതയിലായിരുന്നു. ആ ആർക്കോട്ട് ഭൂപ്രദേശം എന്ത് ചെയ്യാണ്? രണ്ടാം ആംഗ്ലോ മൈസൂർ യുദ്ധ കാലഘട്ടത്ത് ഹൈദരലി കീഴടക്കി. തുടർന്ന് 1782 ഹൈദരലി മരണമടഞ്ഞു. ഇവിടെ ഹൈദരലി കൊല്ലപ്പെട്ടു എന്നല്ല ഞാൻ നിങ്ങളോട് പറയുന്നത്, ഹൈദരലി മരണമടഞ്ഞു എന്നാണ്. അപ്പൊ നിങ്ങൾക്ക് സംശയം ഉണ്ടാവരുത്, യുദ്ധത്തിൽ കൊല്ലപ്പെട്ടതല്ല, മറിച്ച് വാർദ്ധക്യ സഹജമായ അസുഖം കാരണം അദ്ദേഹം മരിച്ചതാണ്. ഓക്കെ. തുടർന്ന് 1782 ഹൈദരലി മരിച്ചല്ലോ. എന്നാൽ യുദ്ധം അവസാനിച്ചതായിട്ട് പറയുന്നുണ്ടോ? ഒരുപക്ഷെ ഹൈദരലി യുദ്ധത്തിൽ കൊല്ലപ്പെട്ടതാണെങ്കിൽ യുദ്ധം അവസാനിച്ചേനെ. യുദ്ധത്തിൽ കൊല്ലപ്പെട്ടതല്ല, മറിച്ച് മരണമടഞ്ഞപ്പോ പകരം മൈസൂർ സാമ്രാജ്യത്തിന്റെ നേതൃത്വം ആരേറ്റെടുത്തു? 1782 മുതൽ ഹൈദരലിയുടെ മകനായ ടിപ്പു സുൽത്താൻ ഏറ്റെടുത്തു. ഏറ്റെടുക്കുകയാണ്. ക്ലിയർ അല്ലേ? യെസ്. തുടർന്ന് ടിപ്പു സുൽത്താൻ യുദ്ധം നയിക്കുകയാണ്. ആ സമയത്ത് ബംഗാളില് നമ്മുടെ വാറൻ ഹേസ്റ്റിങ്സ്
ഇന്ത്യയുടെ പ്രാചീന ചരിത്രത്തെക്കുറിച്ച് പഠിക്കുവാനും ശാസ്ത്ര സാങ്കേതികത പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള പരിപാടികളുമായി ബന്ധപ്പെട്ടിരുന്നു. അതുകൊണ്ട് അദ്ദേഹം യുദ്ധത്തിൽ അധികം ശ്രദ്ധിച്ചില്ല. ടിപ്പു പുതിയ ഭരണാധികാരിയാണ്, എങ്കിലും അദ്ദേഹത്തിന് വിജയം നേടാൻ കഴിഞ്ഞതുമില്ല. ചുരുക്കി പറഞ്ഞാൽ രണ്ടാം ആംഗ്ലോ മൈസൂർ യുദ്ധത്തിൽ ആർക്കും അന്തിമ വിജയം നേടാൻ കഴിഞ്ഞില്ല എന്നതാണ് യാഥാർത്ഥ്യം. ആർക്കും അന്തിമ വിജയം നേടാൻ കഴിഞ്ഞില്ല. തുല്യ ശക്തികളായി നിലകൊണ്ടു എന്ന് പറയാം. പക്ഷേ രണ്ടാം ആംഗ്ലോ മൈസൂർ യുദ്ധത്തിന്റെ ആദ്യഘട്ടത്തിൽ ഹൈദർലി ബ്രിട്ടീഷുകാരുടെ ആർക്കോട്ട് ഭൂപ്രദേശം കീഴടക്കി അന്തിമമായി ആർക്കും വിജയിക്കാൻ കഴിഞ്ഞില്ല എന്നാണ് നമ്മൾ പറയുക. ഓക്കെ അല്ലേ? അപ്പൊ രണ്ടാം ആംഗ്ലോ മൈസൂർ യുദ്ധം 1780 മുതൽ 1784 വരെ വാറൻ ഹേസ്റ്റിങ്സും ഹൈദർലിയും തമ്മിൽ ഏറ്റുമുട്ടി. ഹൈദർലി ബ്രിട്ടീഷ് അധീന പ്രദേശമായിരുന്ന കർണാടകയിലെ ആർക്കോട്ട് ഭൂപ്രദേശം കീഴടക്കി. തുടർന്ന് 1782 ഹൈദർലി മരണമടയുകയും ചെയ്തു. ഹൈദർലിയുടെ മരണത്തിന് ശേഷം 1782 മുതൽ 84 വരെ മൈസൂർ സാമ്രാജ്യത്തെ യുദ്ധത്തിൽ നയിച്ചത് ഹൈദർലിയുടെ മകനായ ടിപ്പു സുൽത്താനും. ഓക്കെ, ആധികാരികമായ വിജയം ആർക്കും നേടാൻ കഴിഞ്ഞോ? ആർക്കും നേടാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് തന്നെ യുദ്ധം അവസാനിപ്പിച്ചുകൊണ്ട് ഒപ്പുവെച്ച ഉടമ്പടി എന്ത് പേരിൽ അറിയപ്പെടുന്നു? മംഗലാപുരം ഉടമ്പടി എന്ന പേരിൽ അറിയപ്പെടുന്നു. സാധാരണത്തില് ഏതെങ്കിലും ഒരു രാജ്യം വിജയിച്ചാൽ പരാജയപ്പെടുന്ന രാജ്യത്ത് വെച്ചായിരിക്കും ഉടമ്പടി ഒപ്പുവെക്കുക. രണ്ട് രാജ്യങ്ങളും വിജയിച്ചില്ലെങ്കിലോ? യെസ്, രണ്ട് രാജ്യങ്ങളുടെ ഏകദേശം മധ്യഭാഗത്ത് വെച്ചായിരിക്കും എന്ന് ചിന്തിച്ചാൽ മതി. മദ്രാസിന്റെയും മൈസൂറിന്റെയും ഇടയിൽ മംഗലാപുരത്ത് വെച്ച് ഉടമ്പടിയിൽ ഒപ്പുവെക്കുന്നു. തീരുമാനമായി. അപ്പോ രണ്ടാം ആംഗ്ലോ മൈസൂർ യുദ്ധത്തിൽ ആധികാരികമായ വിജയം ഇരുപക്ഷത്തിന് നേടാൻ കഴിയാത്തത് കൊണ്ട് 1784 യുദ്ധം അവസാനിപ്പിച്ചുകൊണ്ട് ഒപ്പുവെച്ച ഉടമ്പടി എന്താണ്? മംഗലാപുരം ഉടമ്പടി. രണ്ടാം ആംഗ്ലോ മൈസൂർ യുദ്ധത്തിൽ വടക്കൻ കേരളത്തിലെ നാട്ടുരാജ്യങ്ങളെല്ലാം ആർക്ക് പിന്തുണ നൽകുകയാണ്? ബ്രിട്ടീഷുകാർക്ക്. എങ്കിലും ബ്രിട്ടീഷുകാർക്ക് വിജയിക്കാൻ കഴിഞ്ഞോ? ഇല്ല. കാരണം വടക്കൻ കേരളത്തെ സംബന്ധിച്ചിട്ട് ആധികാരികമായി പറഞ്ഞാൽ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകത ആർക്ക് അനുകൂലമായിരുന്നു? ഹൈദരലിക്കും ടിപ്പു സുൽത്താനും അനുകൂലമായിരുന്നു. ഈ രണ്ടാം ആംഗ്ലോ മൈസൂർ യുദ്ധത്തിലെ പാഠങ്ങൾ ഒന്നുകൂടെ അവര് പഠിച്ചു, ബ്രിട്ടീഷുകാർ പഠിച്ചു. തുടർന്ന് മൂന്നാം ആംഗ്ലോ മൈസൂർ യുദ്ധത്തിലേക്ക് പോവാണ്. രണ്ടാം ആംഗ്ലോ മൈസൂർ യുദ്ധത്തിലേതുപോലെ തന്നെ മൂന്നാം ആംഗ്ലോ മൈസൂർ യുദ്ധത്തിലും വടക്കൻ കേരളത്തിലെ പ്രാദേശിക ഭരണാധികാരികൾ ആർക്ക് പിന്തുണ പ്രഖ്യാപിച്ചു? യെസ്, ബ്രിട്ടീഷുകാർക്ക്. ഓക്കെ, അതിൽ പ്രമുഖനായിരുന്നു ആര്? കോട്ടയം രാജവംശത്തിലെ പഴശ്ശിരാജ. അപ്പൊ പഴശ്ശിരാജ ഉറപ്പിച്ച ആരെ സപ്പോർട്ട് ചെയ്യുകയാണ്? ബ്രിട്ടീഷുകാരെ. എന്തിനു വേണ്ടി? വടക്കൻ കേരളത്തിൽ മൈസൂർ ശക്തികളിൽ നിന്ന് മോചിപ്പിച്ചതിന് ശേഷം വടക്കൻ കേരളത്തിലെ നികുതി പിരിക്കുവാൻ ആരെ നിയമിക്കുമെന്ന് പറഞ്ഞു? നമ്മുടെ പഴശ്ശിരാജയെ നിയമിക്കുമെന്ന് പറഞ്ഞു. അല്ലെ? ഇതേ ഐഡിയ തന്നെയല്ലേ ബ്രിട്ടീഷുകാർ ബംഗാളിലും പ്രയോഗിച്ചത്? അല്ലേ? ആ, പ്ലാസി യുദ്ധത്തിൽ സിറാജ് ഉദ്ദൗളയെ പരാജയപ്പെടുത്തിയതിനു ശേഷം അദ്ദേഹത്തിന്റെ സർവ്വസൈന്യാധിപനായ മിർജാഫറെ അധികാരിയാക്കാമെന്ന് വാഗ്ദാനം ചെയ്തു. അല്ലെ? അങ്ങനെ അധികാരിയാക്കിയെങ്കിലും ബ്രിട്ടീഷുകാരുടെ ചൊൽപ്പടിക്ക് നിൽക്കാത്തതുകൊണ്ട് അവരെന്ത് ചെയ്തു? മാറ്റി മിർ ഖാസിമിനെ നിയമിച്ചു. മിർ ഖാസിമും ചൊൽപ്പടിക്ക് നിൽക്കാത്തതുകൊണ്ട് അയാളെ മാറ്റി പ്രതിഷ്ഠിച്ചുകൊണ്ട് ബക്സാർ യുദ്ധത്തിന് ശേഷം അലഹബാദ് ഉടമ്പടി പ്രകാരം നേരിട്ട് ബ്രിട്ടീഷുകാർ എന്ത് ചെയ്തു? ഭരണത്തിന് തുടക്കം കുറിക്കുകയാണ്. അത് തന്നെയാണ് ഇവിടെയും സംഭവിക്കാൻ പോകുന്നത്. നമുക്ക് നോക്കാം. മൂന്നാം ആംഗ്ലോ മൈസൂർ യുദ്ധം 1789 മുതൽ 1792 വരെ. 1789 മുതൽ 1792 വരെ കോൺവാലിസ് പ്രഭുവും ടിപ്പു സുൽത്താനുമാണ് ഏറ്റുമുട്ടുക. ഈ കോൺവാലിസ് പ്രഭുവിനെ നിങ്ങൾക്ക് എവിടെയെങ്കിലും പരിചയമുണ്ടോ? എവിടെയെങ്കിലും കേട്ടതായിട്ട്? നിങ്ങൾ ലോക ചരിത്രം പഠിക്കുമ്പോൾ അവിടെ പരിചയപ്പെടുന്ന വ്യക്തിത്വമാണ് കോൺവാലിസ് പ്രഭു. നിങ്ങൾ ലോക ചരിത്രം പഠിക്കുമ്പോൾ അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം പഠിക്കാറുണ്ടല്ലേ? അതെ, അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം പഠിക്കുമ്പോൾ പറയുന്ന പ്രധാനപ്പെട്ട ഒരു 3 വർഷങ്ങളുണ്ട്. 1775 തീർത്ഥാടക പിതാക്കന്മാരുടെ നേതൃത്വത്തിൽ ഒരു സൈന്യം രൂപീകരിക്കുകയാണ്. ആ സൈന്യത്തിന്റെ നേതൃത്വം ആരേറ്റെടുത്തു? ജോർജ് വാഷിംഗ്ടൺ ഏറ്റെടുത്തു. അല്ലെ? അങ്ങനെ ജോർജ് വാഷിംഗ്ടണിന്റെ നേതൃത്വത്തിലുള്ള സൈന്യം 1781 കോൺവാലിസിന്റെ നേതൃത്വത്തിലുള്ള ബ്രിട്ടീഷ് സൈന്യത്തെ പരാജയപ്പെടുത്തുകയും 1781 അമേരിക്ക സ്വാതന്ത്ര്യ സമരത്തിൽ വിജയിക്കുകയും ചെയ്തു എന്ന് പഠിക്കും. അപ്പൊ അമേരിക്ക സ്വാതന്ത്ര്യ സമരത്തിൽ വിജയിച്ചത് ജോർജ് വാഷിംഗ്ടണിന്റെ നേതൃത്വത്തിലുള്ള സൈന്യം
ബ്രിട്ടീഷുകാരുടെ കോൺവാലിസിന്റെ നേതൃത്വത്തിലുള്ള സൈന്യത്തെ പരാജയപ്പെടുത്തുമ്പോഴും തുടർന്ന് 1783 ഫ്രാൻസിന്റെ മാധ്യസ്ഥതയിൽ ബ്രിട്ടൻ അമേരിക്കയ്ക്ക് സ്വാതന്ത്ര്യം നൽകുന്നു. ആ സ്വാതന്ത്ര്യം നൽകുന്ന ഉടമ്പടിയാണ് പാരീസ് ഉടമ്പടി എന്നൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു അല്ലെ? യെസ്. അപ്പൊ കോൺവാലിസ് പ്രഭു അമേരിക്കയിലെ സ്വാതന്ത്ര്യ സമരത്തിന് പോവുകയും പക്ഷെ അവിടെ ജോർജ് വാഷിംഗ്ടനോട് പരാജയപ്പെടുകയും ചെയ്തു. അതിനുശേഷമാണ് അദ്ദേഹം എന്ത് ചെയ്ത ഇന്ത്യയിലേക്ക് വരിക. അപ്പൊ PSC ചോദിച്ചുള്ള ചോദ്യമാണ്, കോൺവാലിസ് പ്രഭു ഇന്ത്യയുടെ ഗവർണർ ജനറൽ ആകുന്നതിന് മുൻപ് പ്രവർത്തിച്ചിരുന്നത് ഏത് രാജ്യത്ത് അല്ലെങ്കിൽ ഏത് വൻകരയിൽ? അമേരിക്ക. ഓക്കെ, അത് മനസ്സിലുണ്ടാവട്ടെ. അടുത്ത, അപ്പോ കോൺവാലിസ് പ്രഭു ടിപ്പു സുൽത്താൻ തമ്മിൽ ഏറ്റുമുട്ടുകയാണ്. അവിടെ കോൺവാലിസ് എന്ത് ചെയ്തു? വിജയിച്ചു. കോൺവാലിസ് വിജയിച്ച് അപ്പോ പരാജയപ്പെട്ടതാരാ? മൈസൂർ സാമ്രാജ്യം അല്ലെങ്കിൽ ടിപ്പു സുൽത്താൻ. മൈസൂർ സാമ്രാജ്യത്തിന്റെ തലസ്ഥാനമാണെന്ത്? ശ്രീരംഗപട്ടണം. അപ്പോൾ പരാജയപ്പെട്ടത് വെച്ച് രാജ്യത്ത് വെച്ചായിരിക്കും എന്ത് ചെയ്യുക? ഉടമ്പടി ഒപ്പുവെക്കുക എന്ന് പറഞ്ഞു അല്ലെ? യുദ്ധം അവസാനിപ്പിച്ചുകൊണ്ട് ഒപ്പുവെച്ച ഉടമ്പടി ഏതാണ്? ശ്രീരംഗപട്ടണം ഉടമ്പടി. ഏത് വർഷം? 1792. വർഷം മറക്കരുത്. ശ്രീരംഗപട്ടണം ഉടമ്പടി 1792. ഈ ശ്രീരംഗപട്ടണം ഉടമ്പടിയിലൂടെ വടക്കൻ കേരളത്തിലെ വയനാട് ഒഴികെയുള്ള ഭൂപ്രദേശം ടിപ്പു സുൽത്താൻ ആർക്ക് വിട്ടു നൽകി? ബ്രിട്ടീഷുകാർക്ക് വിട്ടു നൽകി. ഓക്കെ, അതെന്താ വയനാട് വിട്ടു കൊടുക്കാത്തെ? വയനാടില് ഇന്നത്തെ സുൽത്താൻ ബത്തേരി എന്ന് പറയുന്ന സ്ഥലം അക്കാലഘട്ടത്തിൽ അറിയപ്പെട്ടത് ഗണപതി വട്ടം എന്നായിരുന്നു. കേട്ടോ, ഈ ഗണപതി വട്ടം എന്ന് പറയുന്ന വയനാട് ജില്ലയിലെ സ്ഥലത്താണ് കേരളത്തിലെ അല്ലെങ്കിൽ വടക്കൻ കേരളത്തിലെ മൈസൂർ സാമ്രാജ്യത്തിന്റെ ആയുധപുര സ്ഥാപിച്ചിരുന്നത്. അപ്പൊ മൈസൂർ രാജാക്കന്മാരുടെ വടക്കൻ കേരളത്തിലെ ആയുധപുര സ്ഥാപിച്ചിരുന്നത് എവിടെയാണ്? വയനാടുള്ള ഇന്നത്തെ വയനാട് ജില്ലയുടെ ഭാഗമായ പണ്ട് ഗണപതി വട്ടം എന്നറിയപ്പെട്ട സ്ഥലത്താണ്. ഈ വയനാട് വഴിയാണ് മൈസൂർ രാജാക്കന്മാർ കേരളത്തിലേക്ക് എത്തുകയും വടക്കൻ കേരളം മൊത്തം ആധിപത്യത്തിന് കീഴിലാക്കുകയും ചെയ്തത്. ഈ മൂന്നാം മംഗള മൈസൂർ യുദ്ധം പരാജയപ്പെട്ടുവെങ്കിലും വീണ്ടും ഒരുപക്ഷെ തങ്ങൾക്ക് വടക്കൻ കേരളം കീഴടക്കാൻ ചിലപ്പോ സാധിച്ചെന്ന് വരാം. അതുകൊണ്ട് അവരുടെ പ്രധാന മാർഗമായ വയനാട് ഒഴികെയുള്ള മറ്റു ഭൂപ്രദേശങ്ങളാണ് എന്ത് ചെയ്യുന്നത്? ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് വിട്ടുകൊടുക്കുക. ഓക്കെ, അങ്ങനെ ഈ ഗണപതി വട്ടം എന്ന് പറയുന്ന ഭൂപ്രദേശം ആയുധപുരയല്ലേ? ആയുധപുര എന്ന് പറയുമ്പോൾ ബ്രിട്ടീഷുകാരെ സംബന്ധിച്ചിട്ട് മൈസൂർ രാജാക്കന്മാരുടെ അല്ലെങ്കിൽ ടിപ്പു സുൽത്താന്റെ ബാറ്ററി സോഴ്സ്, എനർജി സോഴ്സ് ആണെന്ത്? ആയുധപുര. ആ അർത്ഥത്തിൽ സുൽത്താൻസ് ബാറ്ററി എന്ന് ഗണപതി വട്ടത്തെ ബ്രിട്ടീഷുകാർ വിശേഷിപ്പിച്ചു. അപ്പൊ ബ്രിട്ടീഷുകാരുടെ അടുത്ത ലക്ഷ്യം എന്താണ്? സുൽത്താന്റെ ബാറ്ററി, സുൽത്താൻസ് ബാറ്ററിയായ ഗണപതി വട്ടം കീഴടക്കണം, അല്ലെങ്കിൽ എന്ത് ചെയ്യാം? വീണ്ടും ഭീഷണി ഉണ്ടാകും. അങ്ങനെ ബ്രിട്ടീഷ് രേഖകളില് ഗണപതി വട്ടം എങ്ങനെ പേര് നൽകി? സുൽത്താൻസ് ബാറ്ററി എന്ന പേര് വന്നു. അത് പറഞ്ഞു പിന്നീട് എന്തായിട്ട് മാറി? സുൽത്താൻസ് ബത്തേരി എന്നും സുൽത്താൻ ബത്തേരി എന്നായിട്ട് മാറി. മനസ്സിലായോ? യെസ്. അപ്പോ സുൽത്താൻ ബത്തേരി എന്ന് പറയുന്നത് അല്ലെങ്കിൽ പഴയ പേര് ഗണപതി വട്ടം എന്ന് പറയുന്നത് മൈസൂർ സാമ്രാജ്യത്തിന്റെ ആയുധപുരയായിരുന്നു. കൂടാതെ മൈസൂർ സാമ്രാജ്യത്തിന് കേരളത്തിൽ എത്താൻ കഴിയുന്ന എളുപ്പമാർഗവും വയനാട് തന്നെയായിരുന്നു. അതുകൊണ്ട് വയനാട് ഒഴികെയുള്ള ഭൂപ്രദേശം എന്ത് ചെയ്തു? ബ്രിട്ടീഷുകാർക്ക് വിട്ടു നൽകി. അപ്പോൾ ഇത് കണ്ടപ്പോൾ ആർക്ക് സന്തോഷമായി? നമ്മുടെ വടക്കൻ കേരളത്തിലെ പ്രാദേശിക നാട്ടുരാജാക്കന്മാർക്ക് സന്തോഷമായി. തങ്ങൾ എന്ത് ചെയ്തു? മൈസൂർ സാമ്രാജ്യത്തിന്റെ ആധിപത്യത്തിൽ നിന്നും മോചിക്കപ്പെട്ടു. ഏറ്റവും കൂടുതൽ സന്തോഷിച്ചത് ആരായിരുന്നു? കോട്ടയം വംശത്തിലെ കേരളവർമ്മ പഴശ്ശിരാജ. കാരണം ബ്രിട്ടീഷുകാർ അദ്ദേഹത്തിന് നല്ല വാഗ്ദാനം ഇതായിരുന്നു, എന്ത് ചെയ്യാം? യെസ്, മൈസൂർ സാമ്രാജ്യത്തിന്റെ ആധിപത്യത്തിൽ നിന്ന് ഭൂപ്രദേശം കീഴടക്കിയതിനു ശേഷം എന്ത് ചെയ്യാം? നികുതി പിരിക്കാനുള്ള അധികാരം പഴശ്ശിരാജയ്ക്ക് നൽകാമെന്നായിരുന്നു. പക്ഷേ കോൺവാലിസ് ആ വാക്ക് തെറ്റിച്ചു. 1792 ഈ ഭൂപ്രദേശം ബ്രിട്ടീഷുകാരെ കീഴടക്കുകയും 1793 മുതൽ നികുതി പിരിക്കാനുള്ള അധികാരം പഴശ്ശിരാജയ്ക്ക് പകരം പഴശ്ശിയുടെ അമ്മാവനായ കുറുമ്പനാട്ട് രാജാവിന് നൽകുകയാണ്. പഴശ്ശിയുടെ അമ്മാവനായ ആർക്ക്? കുറുമ്പനാട്ട് രാജാവിന് നൽകുകയാണ് അല്ലെ? അതാണ് നിങ്ങൾ കേരളത്തിൽ പഠിക്കുന്ന പഴശ്ശികലാപം. ഒന്നാം പഴശ്ശികലാപം ആരംഭിക്കുന്നത് 1793 മുതൽ 97 വരെ അല്ലെ? എന്താണ് കാരണം? ശ്രീരംഗപട്ടണം ഉടമ്പടിയിലൂടെ ബ്രിട്ടീഷുകാർ സ്വന്തമാക്കിയ വടക്കൻ കേരളത്തിലെ വയനാട് ഒഴികെയുള്ള ഭൂപ്രദേശത്തിന് നികുതി പിരിക്കുവാൻ
അധികാരം പഴശ്ശിയുടെ അമ്മാവനായ കുറുമ്പനാട്ട് രാജാവിന് നൽകിയതാണ് ഒന്നാം പഴശ്ശി കലാപത്തിനുള്ള പ്രധാന കാരണം. തുടർന്ന് 1797 ആയപ്പോ പഴശ്ശിയുടെ മന്ത്രിയുടെ മാധ്യസ്ഥതയിൽ ബ്രിട്ടീഷുകാരുമായി സംസാരിച്ചു. അങ്ങനെ ബ്രിട്ടീഷുകാർ 1797 ഒരു വാഗ്ദാനം നൽകി, പഴശ്ശിരാജയ്ക്ക് എന്ത് ചെയ്യാം, പെൻഷൻ അനുവദിക്കാം. അങ്ങനെ പഴശ്ശിരാജയ്ക്ക് പെൻഷൻ അനുവദിക്കാമെന്ന വാഗ്ദാനത്തോടുകൂടി ഒന്നാം പഴശ്ശി കലാപം 1797 അവസാനിച്ചു. പഴശ്ശിക്ക് പെൻഷൻ അനുവദിച്ചെങ്കിലും പഴശ്ശി ബ്രിട്ടീഷുകാരുടെ ആധിപത്യം അംഗീകരിച്ചില്ല. താൻ ബ്രിട്ടീഷുകാരെ സഹായിച്ചത് തെറ്റായി പോയി എന്നൊരു കുറ്റബോധം ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ അദ്ദേഹം ടിപ്പുവിനെ കോണ്ടാക്ട് ചെയ്തു. ടിപ്പുവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയുകയാണ്, നമുക്ക് ബ്രിട്ടീഷുകാരെ എന്ത് ചെയ്യണം, വടക്കൻ കേരളത്തിൽ തുരത്തണം. അതിനുവേണ്ടി നമുക്ക് എന്ത് ചെയ്യാം, യുദ്ധം ആരംഭിക്കാം. കേരളത്തിലെ പ്രാദേശിക നാട്ടുരാജാക്കന്മാരിലെ ഒരു വിഭാഗത്തെ പഴശ്ശിരാജ എന്ത് ചെയ്തു, ഏകീകരിച്ചു. ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടാൻ സൈന്യം ബലം നൽകി. ലക്ഷ്യം ഇതായിരുന്നു, ടിപ്പു മൈസൂരിൽ നിന്ന് യുദ്ധം ചെയ്ത് വയനാട് എത്തിച്ചേരും. വടക്കൻ കേരളത്തിലെ പ്രാദേശിക നാട്ടുരാജാക്കന്മാരും വയനാട് എത്തിച്ചേർന്ന് ഒരുമിച്ച് ബ്രിട്ടീഷുകാരെ ആക്രമിച്ച് കീഴ്പ്പെടുത്തും. തുടർന്ന് വടക്കൻ കേരളത്തിൽ നിന്ന് തന്നെ എന്ത് ചെയ്യും, ബ്രിട്ടീഷുകാരെ ആട്ടിയോടിക്കും. അതിനുവേണ്ടി വയനാടിലെ പ്രാദേശിക ആദിവാസി വിഭാഗങ്ങളുടെ സഹായവും പഴശ്ശി അഭ്യർത്ഥിച്ചു. അവർ സന്തോഷപൂർവ്വം എന്ത് ചെയ്തു, പഴശ്ശിക്ക് അനുകൂല നിലപാട് എടുക്കുകയും ചെയ്തു. അങ്ങനെ 1797 മുതൽ 1799 വരെ മികച്ച സംഘാടനം നടത്തുകയും യുദ്ധത്തിന് വേണ്ടി തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയും ചെയ്യാം. ആ സമയത്ത് ടിപ്പു സുൽത്താൻ എന്ത് ചെയ്തു, ബ്രിട്ടീഷുകാർക്ക് യുദ്ധം പ്രഖ്യാപിക്കുന്നു. 1799 ടിപ്പു സുൽത്താൻ എന്ത് ചെയ്തു, 4ാം ആംഗ്ലോ മൈസൂർ യുദ്ധത്തിന് തയ്യാറായി. പക്ഷേ എന്ത് ചെയ്യാം, ബ്രിട്ടീഷുകാരുടെ സൈനിക ബലത്തിന് മുന്നിൽ ടിപ്പു സുൽത്താന് പോരാടി നിൽക്കാൻ കഴിഞ്ഞില്ല. ടിപ്പു സുൽത്താൻ യുദ്ധത്തിൽ പരാജയപ്പെട്ടു. അപ്പൊ ടിപ്പുവിനെ പ്രതീക്ഷിച്ച് പഴശ്ശിയുടെ സൈന്യം വയനാട് തമ്പടിച്ചിരിക്കുക. ടിപ്പു കൊല്ലപ്പെട്ടു എന്നറിഞ്ഞതിന് ശേഷമാണ് പഴശ്ശി 2ാം കലാപത്തിലേക്ക് തുടക്കം കുറിക്കുക. 2ാം പഴശ്ശി കലാപം 1800 മുതൽ 1805 വരെ. ശരിയല്ലേ? അപ്പോൾ ടിപ്പുവുമായി ചേർന്ന് ബ്രിട്ടീഷുകാരെ ഇവിടെ നിന്ന് ഓടിക്കാമെന്നായിരുന്നു പരിപാടി. പക്ഷെ 4ാം ആംഗ്ലോ മൈസൂർ യുദ്ധത്തിൽ ടിപ്പു പരാജയപ്പെട്ടതുകൊണ്ട്, മൈസൂർ സൈന്യവുമായി കൂട്ടിയോജിക്കാൻ കഴിയാത്തതുകൊണ്ട് 1800 എന്ത് ചെയ്യുന്നു, പഴശ്ശി പ്രാദേശികമായി കൂട്ടിയോജിപ്പിച്ച സൈനികരെയും ആദിവാസികളുടെ സഹായത്താൽ 1800 മുതൽ എന്ത് ചെയ്യുന്നു, പഴശ്ശി കലാപം 2ാം പഴശ്ശി കലാപം ആരംഭിക്കുക. നിങ്ങൾ കേരള ചരിത്രം പഠിക്കുമ്പോൾ ഇതുവരെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനിത് പറഞ്ഞത്. ഓക്കെ, യെസ്. അപ്പൊ നമുക്ക് 4ാം ആംഗ്ലോ മൈസൂർ യുദ്ധത്തിലേക്ക് പോവാം. ഞാൻ സൂചിപ്പിച്ചു, 4ാം ആംഗ്ലോ മൈസൂർ യുദ്ധത്തിൽ ആര് പരാജയപ്പെട്ടു, ടിപ്പു പരാജയപ്പെട്ടു അല്ലെ. അപ്പൊ 4ാം ആംഗ്ലോ മൈസൂർ യുദ്ധം എന്നാണ് 1799. ആ വർഷം തന്നെയാണ് ആരംഭിച്ചതും ആ വർഷം തന്നെയാണ് അവസാനിച്ചത്. റിച്ചാർഡ് വെല്ലസ്ലിയും ടിപ്പു സുൽത്താനും തമ്മിൽ ഏറ്റുമുട്ടി. റിച്ചാർഡ് വെല്ലസ്ലി ആ സമയത്ത് ബംഗാളിന്റെ ഗവർണർ ജനറൽ ആയിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ റിച്ചാർഡ് വെല്ലസ്ലിയുടെ പേര് അവിടെ പറയുക. പക്ഷെ റിച്ചാർഡ് വെല്ലസ്ലി നേരിട്ട് എന്ത് ചെയ്തില്ല, യുദ്ധത്തിൽ പങ്കെടുത്തില്ല. ആ സമയത്ത് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ പ്രധാന അധികാരി റിച്ചാർഡ് വെല്ലസ്ലി ആയതുകൊണ്ട് അദ്ദേഹത്തിന്റെ പേര് പറഞ്ഞു എന്ന് മാത്രം. യുദ്ധത്തിൽ ടിപ്പു സുൽത്താനെ പരാജയപ്പെടുത്തുന്നത് ബ്രിട്ടീഷ് സൈന്യാധിപനായ ആർതർ വെല്ലസ്ലി ആയിരുന്നു. ബ്രിട്ടീഷ് സൈന്യാധിപനായ ആർതർ വെല്ലസ്ലി ആയിരുന്നു. നമ്മൾ യുദ്ധം പറയുമ്പോൾ രണ്ട് രാജ്യത്തെയും പ്രധാന ഭരണാധികാരികളെ തമ്മിലല്ലേ പറയാം, അല്ലെ? പക്ഷെ യുദ്ധം നയിക്കുന്ന ആരായിരിക്കും, സർവ്വസൈന്യാധിപനുമായിരിക്കും. അതുപോലെ റിച്ചാർഡ് വെല്ലസ്ലിയും ടിപ്പു സുൽത്താനും തമ്മിലാണ് 4ാം ആംഗ്ലോ മൈസൂർ യുദ്ധമെങ്കിലും ബ്രിട്ടീഷ് സൈന്യാധിപനായ റിച്ചാർഡ് വെല്ലസ്ലിയുടെ സഹോദരനായ ആർതർ വെല്ലസ്ലിയാണ് യുദ്ധത്തിൽ ടിപ്പുവിനെ പരാജയപ്പെടുത്തുക. ടിപ്പു സുൽത്താൻ കൊല്ലപ്പെടുകയും യുദ്ധം അവസാനിക്കുകയും ചെയ്തു. അപ്പോ ടിപ്പു കൊല്ലപ്പെട്ടുവെങ്കിൽ സ്വാഭാവികമായിട്ട് മൈസൂർ സാമ്രാജ്യം ഓട്ടോമാറ്റിക്കലി ആരുടെ കസ്റ്റഡിയിൽ കിട്ടും? മൈസൂർ സാമ്രാജ്യത്തിന്റെ ആധിപത്യ ഭൂപ്രദേശങ്ങളിൽ ആർക്ക് കിട്ടും? ബ്രിട്ടീഷുകാർക്ക് കിട്ടും. അതിന് ഉടമ്പടി ഒപ്പുവെക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല, ഉടമ്പടിയുടെ ആവശ്യമില്ല. കാരണം ആധികാരികമായി തന്നെ എന്ത് ചെയ്യാണ്, വിജയിക്കുകയാണ് അല്ലെ. വടക്കൻ കേരളത്തിലെ വയനാടും മറ്റ് മൈസൂർ അധീന പ്രദേശങ്ങളും 4ാം ആംഗ്ലോ മൈസൂർ യുദ്ധത്തിലൂടെ ആര് കൈവശപ്പെടുത്തി? ബ്രിട്ടീഷുകാർ കൈവശപ്പെടുത്തി. ചുരുക്കി പറഞ്ഞാല് തെക്കേ ഇന്ത്യയിലെ ബ്രിട്ടീഷ് ആധിപത്യത്തിനുള്ള പ്രധാനപ്പെട്ട 2 യുദ്ധങ്ങളാണ് കർണാടിക് യുദ്ധവും
ആംഗ്ലോ മൈസൂർ യുദ്ധം. കർണാടക യുദ്ധം 3 ഉണ്ടായിരുന്നു. ആംഗ്ലോ മൈസൂർ യുദ്ധങ്ങൾ 4. അതോടുകൂടിയാണ് തെക്കേ ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർ പൂർണ്ണമായി ആധിപത്യം സ്ഥാപിക്കുന്നത്. അതാണ് ചരിത്രം. പിന്നെ പ്രാദേശികമായി അതിനുശേഷം അങ്ങോളം ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായെങ്കിലും അതിൽ ആധികാരികമായി ആര് തന്നെ വിജയിക്കുകയാണ്? ബ്രിട്ടീഷുകാർ തന്നെ വിജയിക്കുക. അപ്പൊ ശരിക്കും പറഞ്ഞാൽ 4 ആംഗ്ലോ മൈസൂർ യുദ്ധത്തിൽ ടിപ്പു സുൽത്താനെ വധിച്ചത് ആരാണ്? ബ്രിട്ടീഷ് സൈന്യാധിപനായ ആർതർ വെല്ലസ്ലിയാണ്. ഈ ആർതർ വെല്ലസ്ലി ആരായിരുന്നു? അപ്പോഴും ബംഗാളിന്റെ ഗവർണർ ജനറൽ ആയിരുന്ന റിച്ചാർഡ് വെല്ലസ്ലിയുടെ സഹോദരനുമായിരുന്നു. ഓക്കെ അല്ലേ? യെസ്. ഇദ്ദേഹത്തെ കുറിച്ച് നമ്മൾ കുറച്ച് കഴിയുമ്പോഴേക്കും വിശദമായി പഠിക്കും കേട്ടോ. ഓക്കെ, ഇനി ഈ 4 യുദ്ധങ്ങളും നമുക്കൊന്ന് റിവിഷൻ ചെയ്തതിന് ശേഷം ടിപ്പു സുൽത്താനെയും അതേ തുടർന്ന് റോബർട്ട് ക്ലൈവിനെയും നമുക്ക് പരിചയപ്പെടാം. റിവിഷൻ ചെയ്താലോ? യെസ്. ആംഗ്ലോ മൈസൂർ യുദ്ധങ്ങൾ. 1 ആംഗ്ലോ മൈസൂർ യുദ്ധം 1767 മുതൽ 69 വരെ. റോബർട്ട് ക്ലൈവും ഹൈദരലിയും തമ്മിൽ ഏറ്റുമുട്ടി. യുദ്ധത്തിൽ ഹൈദർ അലി വിജയിച്ചു. യുദ്ധം അവസാനിപ്പിച്ചുകൊണ്ട് ഒപ്പുവെച്ച ഉടമ്പടിയാണ് മദ്രാസ് ഉടമ്പടി. ഏത് വർഷം? 1769. 2 ആംഗ്ലോ മൈസൂർ യുദ്ധം 1780 മുതൽ 1784 വരെ. വാറൻ ഹേസ്റ്റിങ്സും ഹൈദരലിയും തമ്മിൽ ഏറ്റുമുട്ടി. ഹൈദരലി ബ്രിട്ടീഷ് അധീന പ്രദേശമായിരുന്ന കർണാടകയിലെ ആർക്കോട്ട് ഭൂപ്രദേശം കീഴടക്കി. തുടർന്ന് 1782 വാർദ്ധക്യ സഹജ മൈസൂർ ഹൈദരലി മരണമടഞ്ഞു. 1782 മുതൽ യുദ്ധം നയിച്ചത് ആരായിരുന്നു? ടിപ്പു സുൽത്താൻ. 2 ആംഗ്ലോ മൈസൂർ യുദ്ധത്തിൽ ആധികാരികമായ വിജയം ഇരുപക്ഷത്തിനും ലഭിച്ചില്ല. അങ്ങനെ യുദ്ധം അവസാനിപ്പിച്ചുകൊണ്ട് ഒപ്പുവെച്ച ഉടമ്പടിയായിരുന്നു എന്താ? മംഗലാപുരം ഉടമ്പടി 1784. ഇനി 3 ആംഗ്ലോ മൈസൂർ യുദ്ധം 1789 മുതൽ 1792 വരെ. കോൺവാലിസ് പ്രഭുവും ടിപ്പു സുൽത്താനും തമ്മിൽ ഏറ്റുമുട്ടി. അതിൽ ആര് വിജയിച്ചു? കോൺവാലിസ് വിജയിച്ചു. യുദ്ധം അവസാനിപ്പിച്ചുകൊണ്ടുള്ള ഉടമ്പടിയാണ് ശ്രീരംഗപട്ടണം ഉടമ്പടി 1792. ഈ ശ്രീരംഗപട്ടണ ഉടമ്പടിയിലൂടെ വടക്കൻ കേരളത്തിലെ വയനാട് ഒഴികെയുള്ള ഭൂപ്രദേശം ടിപ്പു സുൽത്താൻ ആർക്ക് വിട്ടു നൽകി? ബ്രിട്ടീഷുകാർക്ക്. എന്തുകൊണ്ട് വയനാട് കൊടുത്തില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വടക്കൻ കേരളത്തിലെ മൈസൂർ സാമ്രാജ്യത്തിന്റെ ആയുധപുര എവിടെയായിരുന്നു? വയനാട് ജില്ലയുടെ ഭാഗമായ ഗണപതിവട്ടത്തായിരുന്നു. നിലവിൽ ഗണപതിവട്ടം അറിയപ്പെടുന്ന പേരാണ് സുൽത്താൻ ബത്തേരി. ഓക്കെ. 2, മൈസൂർ സാമ്രാജ്യത്തെ കേരളത്തിലെത്തുവാനുള്ള ഏറ്റവും എളുപ്പമാർഗം ഏതായിരുന്നു? വയനാടായിരുന്നു. അതും രണ്ടാമത്തെ കാരണമാണ്. 4 ആംഗ്ലോ മൈസൂർ യുദ്ധം 1799 ബംഗാളിന്റെ ഗവർണർ ജനറലായ റിച്ചാർഡ് വെല്ലസ്ലിയും ടിപ്പു സുൽത്താനും തമ്മിൽ. പക്ഷേ ബ്രിട്ടീഷ് സർവ്വസൈന്യാധിപൻ ആരായിരുന്നു? റിച്ചാർഡ് വെല്ലസ്ലിയുടെ സഹോദരനായ ആർതർ വെല്ലസ്ലി ആയിരുന്നു. ടിപ്പു സുൽത്താൻ യുദ്ധത്തിൽ കൊല്ലപ്പെട്ടു. വടക്കൻ കേരളത്തിലെ വയനാടും മറ്റ് മൈസൂർ അധീന പ്രദേശങ്ങളും ബ്രിട്ടീഷുകാർ കൈവശപ്പെടുത്തി. ഇത്രയുമാണ് നമ്മൾ പഠിച്ചത് അല്ലെ? അതോടൊപ്പം ഒരു കാര്യം കൂടെ ഞാൻ ഓർമ്മിപ്പിച്ചോട്ടെ. കേരള ചരിത്രം നിങ്ങൾ പഠിക്കുമ്പോൾ സംശയം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കാര്യം കൂടെ പറയുക കേട്ടോ. നമ്മൾ ചരിത്രം പഠിക്കുമ്പോൾ ടോപ്പിക് ബേസ് സിലബസ് പ്രകാരം പഠിക്കുന്നത് നല്ലതാണ്. അതോടൊപ്പം അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും കൂടെ മനസ്സിലുണ്ടെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് മനസ്സിലാക്കി വെക്കാം. ഏത് രീതിയിൽ ചോദിച്ചാലും നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും കേട്ടോ. കാരണം ചരിത്രം എന്ന് പറയുന്നത് ഒരു ആമ്പൽവള്ളി പോലെയാണ്. എല്ലാം മിക്സ് ചെയ്താണ് ഇരിക്കുന്നത്. ഓരോ കൃത്യമായി നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ടെൻഷനൊന്നും വേണ്ട, സിമ്പിളാണ് കേട്ടോ. അങ്ങനെ ഞാൻ നിങ്ങളോട് സൂചിപ്പിച്ചിരുന്നു, പഴശ്ശിരാജ എന്ത് ചെയ്യുന്നു? ടിപ്പു കൊല്ലപ്പെട്ടത് കൊണ്ടാണ് 1800 സ്വമേധയാ എന്ത് ചെയ്യുന്നത്? 2 പഴശ്ശി കലാപത്തിലേക്ക് നയിക്കുക. അപ്പോൾ ടിപ്പുവിനെ വധിച്ചതാരാ? ബ്രിട്ടീഷ് സർവ്വസൈന്യാധിപനായ ആർതർ വെല്ലസ്ലിയാണ്. ശരിയാണേ, ആർതർ വെല്ലസ്ലിയാണ് വധിക്കുക. തുടർന്ന് ആർതർ വെല്ലസ്ലിക്ക് ഭീഷണിയായിട്ട് ആര് വരുന്നു? പഴശ്ശിരാജ വരുന്നു. അപ്പൊ സ്വാഭാവികമായിട്ട് പഴശ്ശിരാജയ്ക്കെതിരെ ഏറ്റുമുട്ടിയതും ബ്രിട്ടീഷ് സൈന്യാധിപനായ ആര് തന്നെ? ആർതർ വെല്ലസ്ലി തന്നെ. ഓക്കെ. അപ്പൊ ടിപ്പുവിനെ പരാജയപ്പെടുത്തതിന് ശേഷം പഴശ്ശിയെ പരാജയപ്പെടുത്തുന്ന ആരാണ്? ആർതർ വെല്ലസ്ലി തന്നെ. അത് കഴിഞ്ഞതിന് ശേഷം ആർതർ വെല്ലസ്ലി എന്ത് ചെയ്യാണ്? തിരിച്ച് ബ്രിട്ടനിലേക്ക് പോവാണ് കേട്ടോ. ബ്രിട്ടനിലേക്ക് പോകുന്നു. അവിടെ അദ്ദേഹത്തിന് പ്രൊമോഷനൊക്കെ കിട്ടുന്നു. ബ്രിട്ടൻ എന്ന രാജ്യത്തിന്റെ സർവ്വ സൈന്യാധിപനായിട്ട് മാറുകയാണ്. ആ സമയത്താണ് 1815 ഫ്രാൻസിന്റെ അധികാരിയായ നെപ്പോളിയൻ ബോണപ്പാർട്ട് ബ്രിട്ടനെ ആക്രമിക്കുക. അതാണ് പ്രസിദ്ധമായ 1815 വാട്ടർലൂ യുദ്ധം എന്ന പേരിൽ അറിയപ്പെടുക. വാട്ടർലൂ യുദ്ധം അല്ലെ? 1815 വാട്ടർലൂ യുദ്ധത്തിൽ നമ്മുടെ നെപ്പോളിയൻ ബോണപ്പാർട്ടിനെ പരാജയപ്പെടുത്തിയത് ആരാണ്? ഇതേ ആർതർ വെല്ലസ്ലി തന്നെ. ഓക്കെ. അപ്പോൾ ടിപ്പുവിനെ പരാജയപ്പെടുത്തി. ടിപ്പുവിന്റെ ഫ്രണ്ടായ പഴശ്ശിയെ പരാജയപ്പെടുത്തി. ടിപ്പുവിന്റെ രണ്ടാമത്തെ ഫ്രണ്ടാണ്, വിദേശിയായ ഫ്രണ്ടാണ് ആര്? യെസ്, നെപ്പോളിയൻ ബോണപ്പാർട്ട്.
നമ്മളത് തൊട്ടടുത്ത് തന്നെ പഠിക്കും. ലോക ചരിത്രം പഠിക്കുമ്പോഴേക്കും നിങ്ങൾ പഠിക്കുന്ന കാര്യമാണ്. നെപ്പോളിയൻ ബോണപ്പാർട്ട് എന്ന ഫ്രഞ്ച് ഭരണാധികാരിയുമായി ആത്മാർത്ഥ ബന്ധമുണ്ടായിരുന്ന ഇന്ത്യയിലെ പ്രാദേശിക ഭരണാധികാരി ആരായിരുന്നു? ടിപ്പു സുൽത്താൻ ആയിരുന്നു. ഫ്രഞ്ച് വിപ്ലവത്തെ അനുകൂലിച്ച ഇന്ത്യയിലെ പ്രാദേശിക ഭരണാധികാരി ആരായിരുന്നു? ടിപ്പു സുൽത്താൻ ആയിരുന്നു. ഫ്രാൻസ് എന്ന രാജ്യത്തെ അനുകൂലിച്ച പ്രാദേശിക ഭരണാധികാരി ആരായിരുന്നു? ടിപ്പു സുൽത്താൻ ആയിരുന്നു. ഓക്കെ, അപ്പോ അങ്ങനെ ടിപ്പുവിനെ പരാജയപ്പെടുത്തുന്നു, പഴശ്ശിയെ പരാജയപ്പെടുത്തുന്നു, നെപ്പോളിയനെ പരാജയപ്പെടുത്തുന്നു. ഈ 3 പേരെയും പരാജയപ്പെടുത്തുന്ന ആരാണ്? ആർതർ വെല്ലസ്ലി ആണ്. അത് മനസ്സിലിരിക്കട്ടെ. നമ്മൾ തുടർന്ന് അങ്ങോട്ട് പോകുമ്പോൾ ആർതർ വെല്ലസ്ലിയെ കുറിച്ച് പഠിക്കും. അവിടെ നമ്മളത് പഠിച്ചുറപ്പിക്കുകയും ചെയ്യും. ഇത്രയും പറഞ്ഞതുകൊണ്ട് ജസ്റ്റ് ലിങ്ക് ചെയ്യാൻ വേണ്ടി പറഞ്ഞത് കേട്ടോ. ഓക്കെ, അടുത്ത ടിപ്പുവിനിലേക്ക് നമുക്ക് പോവാം. ടിപ്പു സുൽത്താൻ. ടിപ്പു സുൽത്താനെ വിശേഷിപ്പിക്കുന്നത് മൈസൂർ കടുവ എന്നാണ്. മൈസൂർ സാമ്രാജ്യം കണ്ട ഏറ്റവും ശക്തനായ ഭരണാധികാരി എന്ന അർത്ഥത്തിലാണ് അദ്ദേഹത്തെ മൈസൂർ കടുവ എന്ന് വിളിക്കുക. അപ്പൊ നിങ്ങൾ ചോദിക്കും, സാറേ ഹൈദർ അലി 1-ാം ആംഗ്ലോ മൈസൂർ യുദ്ധത്തിൽ വിജയിച്ചു, ടിപ്പു അങ്ങനെ വിജയിച്ചായിട്ട് കണക്കാക്കുന്നില്ലല്ലോ, പിന്നെ എന്തുകൊണ്ടാ ശക്തൻ എന്ന് വിളിക്കുന്നേ? അതിനൊരു കാരണമുണ്ട്. ഹൈദർ അലി ആണെങ്കിൽ അദ്ദേഹത്തിന്റെ പ്രധാന ലക്ഷ്യം സാമ്രാജ്യ വിസ്തൃതി വർദ്ധിപ്പിക്കുക മാത്രമായിരുന്നു. അദ്ദേഹത്തിന്റെ മകനായ ടിപ്പു യുദ്ധത്തിൽ ബ്രിട്ടീഷുകാരോട് പരാജയപ്പെട്ടു എങ്കിലും മൈസൂർ സാമ്രാജ്യത്തിന്റെ കീഴിലും മൈസൂർ സാമ്രാജ്യത്തോട് കൂട്ടിച്ചേർക്കപ്പെട്ട ഭൂപ്രദേശങ്ങളിലും വികസനം കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്തു? ഒത്തിരി പ്രവർത്തനങ്ങൾ ചെയ്തു. ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റിന് കൂടുതൽ പ്രാധാന്യം കൊടുത്ത വ്യക്തിയാണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തെ ശക്തനായ ഭരണാധികാരി എന്ന് വിളിക്കുക. ശക്തനായ ഭരണാധികാരി എന്ന് പറയുമ്പോൾ ഭരണപരമായ ഒത്തിരി കാര്യങ്ങൾ ചെയ്യുന്നവൻ എന്നാണ് അർത്ഥം. യുദ്ധത്തിൽ വിജയിക്കുന്നവൻ എന്ന് മാത്രമല്ലല്ലോ. മനസ്സിലായോ? ഓക്കെ, ഇനി നിങ്ങളുടെ ഡൗട്ട് ഉണ്ടാവരുത്, അതുകൊണ്ട് നമ്മൾ പറയുന്നത്. ഓക്കെ, നിങ്ങൾ ഓരോ ചോദ്യം പഠിക്കുമ്പോഴും ഓരോ സെന്റൻസ് പഠിക്കുമ്പോഴും ചോദ്യം ചെയ്ത് നോക്കണം, ഇതെന്തുകൊണ്ട് ഇങ്ങനെ വന്നു, എന്തുകൊണ്ട് ഇങ്ങനെ വന്നില്ല. മനസ്സിലായോ? എങ്കിലും നമ്മൾ ആധികാരികമായി മനസ്സിലാക്കത്തുള്ളൂ. ഇപ്പോഴത്തെ PSC പാറ്റേൺ അനുസരിച്ച് അങ്ങനെ മനസ്സിലാക്കിയാലേ നമുക്ക് എന്ത് ചെയ്യാനും പറ്റൂ? എഴുതാനും പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പൊ മൈസൂർ കടുവ എന്നറിയപ്പെടുന്ന ആരാണ്? ടിപ്പു സുൽത്താനാണ്. ടിപ്പുവിന്റെ ആസ്ഥാനം എവിടെയാ? ശ്രീരംഗപട്ടണം. അതുകൊണ്ടാണ് 3-ാം ആംഗ്ലോ മൈസൂർ യുദ്ധത്തിൽ ടിപ്പു പരാജയപ്പെട്ട രാജ്യത്തിന്റെ തലസ്ഥാനമായ ശ്രീരംഗപട്ടണത്ത് വെച്ച് ഉടമ്പടി ഒപ്പുവെക്കുന്നത്. അല്ലെ, നമ്മൾ ആൾറെഡി പഠിച്ചു. ഗുഡ്. ഫ്രഞ്ച് വിപ്ലവത്തെ അനുകൂലിച്ചുകൊണ്ട് സ്വാതന്ത്ര്യത്തിന്റെ മരം നട്ടു. ഈ സ്വാതന്ത്ര്യത്തെ സൂചിപ്പിക്കുന്ന മരങ്ങൾ യൂറോപ്പിനെ സംബന്ധിച്ചിട്ട് സമാധാനത്തിന്റെ പ്രതീകമായി കണക്കാക്കുന്ന ഒലിവ് മരമുണ്ട്, ജാക്കോബിയൻ വൃക്ഷമുണ്ട്. യൂറോപ്പിനെ സംബന്ധിച്ച്, ഫ്രാൻസിനെ സംബന്ധിച്ചിട്ട് ഏതിനാണ് പ്രാധാന്യം? ജാക്കോബിയൻ വൃക്ഷത്തിനാണ് പ്രാധാന്യം. ഓക്കെ, അപ്പോൾ സ്വാതന്ത്ര്യത്തിന്റെ മരമെന്ന് വിളിക്കുന്നത് എന്തിനെ? ജാക്കോബിയൻ മരത്തെയാണ്. ഓക്കെ, അതുകൊണ്ട് തന്നെ ഫ്രഞ്ച് വിപ്ലവത്തിന് ശേഷം രൂപം കൊണ്ട സ്വാതന്ത്ര്യം ലക്ഷ്യം വെക്കുന്ന ഒരു സംഘടന രൂപീകരിക്കപ്പെട്ടു, ഒരു കൂട്ടായ്മ രൂപീകരിക്കപ്പെട്ടു. ആ കൂട്ടായ്മയ്ക്കും എന്തായിരുന്നു പേര്? ജാക്കോബിയൻ ക്ലബ് എന്നായിരുന്നു. ആ ജാക്കോബിയൻ ക്ലബിലും ആരംഗമായി? ടിപ്പു അംഗമായി. ഓക്കെ, മറക്കില്ലല്ലോ? ഇല്ല, നമ്മൾ കിടലുമാണ് അല്ലെ. അപ്പോൾ ടിപ്പു വിശേഷണം മൈസൂർ കടുവ എന്നറിയപ്പെടുന്ന ആസ്ഥാനം ശ്രീരംഗപട്ടണമാണ്. ഫ്രഞ്ച് വിപ്ലവത്തെ അനുകൂലിച്ചുകൊണ്ട് സ്വാതന്ത്ര്യത്തിന്റെ മരം നട്ടു. ജാക്കോബിയൻ ക്ലബിൽ അംഗമായ ഇന്ത്യയിലെ പ്രാദേശിക ഭരണാധികാരി എന്ന് ചോദിച്ചാലും ടിപ്പു സുൽത്താൻ തന്നെ. ഈ ജാക്കോബിയൻ ക്ലബ് എന്താ? ഫ്രാൻസില് സ്വാതന്ത്ര്യം എന്ന ആശയം ഉയർത്തിപ്പിടിക്കുന്ന ഒരു കൂട്ടായ്മയാണ് ജാക്കോബിയൻ ക്ലബ് എന്ന് പറയുക. ജാക്കോബിയൻ എന്ന് പറഞ്ഞാൽ സ്വാതന്ത്ര്യത്തിന്റെ വൃക്ഷം എന്നാണ് വിളിക്കുക. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പോൾ ടിപ്പു സുൽത്താൻ വിശേഷണം എന്താ? മൈസൂർ കടുവ എന്നറിയപ്പെടുന്നു. ആസ്ഥാനം ഇവിടെ ശ്രീരംഗപട്ടണം. ഫ്രഞ്ച് വിപ്ലവത്തെ അനുകൂലിച്ചുകൊണ്ട് സ്വാതന്ത്ര്യത്തിന്റെ മരം നട്ടത് ടിപ്പു സുൽത്താൻ ആയിരുന്നു. ജാക്കോബിയൻ ക്ലബിൽ അംഗമാവുകയും ചെയ്തു. ഓക്കെ, കേരളത്തിൽ നേടിയ വിജയത്തിന്റെ ഓർമ്മയ്ക്കായിട്ട് ഇന്നത്തെ കോഴിക്കോട് ജില്ലയുടെ ഭാഗമായ ഫറോക്ക് പട്ടണം പണിയെടുപ്പിച്ചത് ആരാണ്? ടിപ്പു സുൽത്താനാണ്. ഫറോക്ക് എന്ന വാക്കിന്റെ അർത്ഥം വിജയത്തിന്റെ നഗരം അഥവാ വിജയത്തിന്റെ പട്ടണം എന്നാണ് ഫറോക്ക് എന്ന വാക്കിന്റെ അർത്ഥം കേട്ടോ. അപ്പൊ കേരളത്തിൽ നേടിയ വിജയത്തിന്റെ ഓർമ്മയ്ക്കായിട്ട് ഫറോക്ക് പട്ടണം പണിയെടുപ്പിച്ചത് ടിപ്പു സുൽത്താനായിരുന്നു. യുദ്ധമേഖലയില് റോക്കറ്റ് സാങ്കേതിക വിദ്യ ഉപയോഗിച്ച ആദ്യത്തെ പ്രാദേശിക ഭരണാധികാരി ആരാണ്? ടിപ്പു തന്നെ. ഇന്ത്യയിൽ ആദ്യമായി യുദ്ധമേഖലയിൽ റോക്കറ്റ് സാങ്കേതിക വിദ്യ ഉപയോഗിച്ച പ്രാദേശിക ഭരണാധികാരി ആരാണ്? ടിപ്പു ആണ്. അപ്പൊ നിങ്ങളുടെ മനസ്സിൽ വരും, നമ്മൾ ബാബർ എന്തോ പഠിക്കുമല്ലോ സാറേ മധ്യകാല ഇന്ത്യ പഠിക്കുമ്പോ. അതെ, ബാബറിന്റെ പ്രത്യേകത എന്താ?
ഇന്ത്യയിൽ പീരങ്കിപ്പട ഉപയോഗിച്ച ആദ്യ ഭരണാധികാരി ബാബറാണ്. പക്ഷേ ബാബർ പ്രാദേശിക ഭരണാധികാരിയാണോ? അല്ല. ഈ പീരങ്കി എന്ന് പറയുന്നതും റോക്കറ്റ് സാങ്കേതിക വിദ്യ എന്ന് പറയുന്നതും ഒന്നാണോ? ഒന്ന് തന്നെയാണെന്നേ. കേട്ടോ? ഓക്കെ. അപ്പോ യുദ്ധമേഖലയിൽ റോക്കറ്റ് സാങ്കേതിക വിദ്യ ഉപയോഗിച്ച ആദ്യ പ്രാദേശിക ഭരണാധികാരി ആരാണ്? ടിപ്പുവാണ്. ടിപ്പുവിന്റെ കുതിര ദിൽകുഷ് എന്നാണ് അറിയപ്പെടുക. ടിപ്പു യുദ്ധമേഖലയിലേക്ക് ഉപയോഗിച്ച അദ്ദേഹത്തിന്റെ കുതിരയാണ് ദിൽകുഷ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. അദ്ദേഹത്തിന്റെ പ്രശസ്തമായ കൃതിയാണ് ഫത്തുൽ മുജാഹിദീൻ. അദ്ദേഹത്തിന്റെ പുസ്തകം, ടിപ്പുവിന്റെ പുസ്തകമാണത് ഫത്തുൽ മുജാഹിദീൻ. ഈ ഫത്തുൽ മുജാഹിദിനെ കുറിച്ച് PSC 2 ചോദ്യങ്ങളാണ് ചോദിക്കുക. ഒന്ന്, നേരിട്ട് കൃതി എന്ന് ചോദിച്ചത് വിരളമാണ്. പക്ഷെ കൂടുതൽ തവണ ചോദിച്ചത് ഇങ്ങനെയായിരുന്നു: ടിപ്പുവിന്റെ ആത്മകഥാ പരാമർശമുള്ള പുസ്തകം അല്ലെങ്കിൽ ആത്മകഥ ഏത്? ഫത്തുൽ മുജാഹിദീൻ. ടിപ്പുവിന്റെ ആത്മകഥ ഏതാണ്? ഫത്തുൽ മുജാഹിദീൻ. ടിപ്പുവിന്റെ ആത്മകഥ ഫത്തുൽ മുജാഹിദീനാണ്. ഇനി ടിപ്പു റോക്കറ്റ് സാങ്കേതിക വിദ്യയെക്കുറിച്ച് പരാമർശിച്ച കൃതി ഏത് എന്ന് ചോദിക്കും. ടിപ്പു റോക്കറ്റ് സാങ്കേതിക വിദ്യയെക്കുറിച്ച് പരാമർശിച്ച അദ്ദേഹത്തിന്റെ പുസ്തകം ഏതെന്ന് ചോദിക്കും. എന്താണ്? ഫത്തുൽ മുജാഹിദീൻ. ഫത്തുൽ മുജാഹിദീനാണ്. മറക്കില്ലല്ലോ. യെസ്. അപ്പൊ സിമ്പിൾ ആണ്, മറന്നു പോകരുത്. എന്തൊക്കെയാണ് നമ്മളിവിടെ പഠിച്ചത്? കേരളത്തിൽ നേടിയ വിജയത്തിന്റെ ഓർമ്മയ്ക്കായിട്ട് ഫറോക്ക് പട്ടണം പണികഴിപ്പിച്ചത്. ഫറോക്ക് പട്ടണം പണികഴിപ്പിച്ചത് ആരായിരുന്നു? യെസ്, ടിപ്പു സുൽത്താനാണ്. ഫറോക്ക് എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? വിജയത്തിന്റെ നഗരം എന്നാണ്. വിജയത്തിന്റെ നഗരം എന്നാണ്. മറക്കില്ലല്ലോ. ഇല്ല. ഇനി അടുത്ത് നമ്മൾ എന്ത് പറയും? യെസ്, യുദ്ധമേഖലയിൽ റോക്കറ്റ് സാങ്കേതിക വിദ്യ ഉപയോഗിച്ച ഇന്ത്യയിലെ ആദ്യത്തെ പ്രാദേശിക ഭരണാധികാരിയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ പ്രാദേശിക ഭരണാധികാരിയാണ് ടിപ്പു സുൽത്താൻ. പിന്നെ പറയുന്നു അദ്ദേഹത്തിന്റെ കുതിരയുടെ പേര് ദിൽകുഷാണ്. അദ്ദേഹത്തിന്റെ റോക്കറ്റ് സാങ്കേതിക വിദ്യയെക്കുറിച്ച് പരാമർശിക്കുന്ന അല്ലെങ്കിൽ ആത്മകഥാ പരാമർശമുള്ള കൃതിയാണ് എന്താ? ഫത്തുൽ മുജാഹിദീൻ എന്ന് പറയുക. ഓക്കെ അല്ലേ? ഒന്നുകൂടെ റിവിഷൻ ചെയ്താലോ ടിപ്പുവിനെ കുറിച്ച്? ടിപ്പു വിശേഷണം മൈസൂർ കടവ എന്നറിയപ്പെടുന്നു. ആസ്ഥാനം ശ്രീരംഗപട്ടണമാണ്. ഫ്രഞ്ച് വിപ്ലവത്തെ അനുകൂലിച്ചുകൊണ്ട് സ്വാതന്ത്ര്യത്തിന് മരുന്നിട്ടു. ജാക്കോബിൻ ക്ലബിൽ അംഗമായി. ജാക്കോബിൻ ക്ലബ് എന്ന് പറയുന്നത് ഫ്രാൻസിലെ ഒരു സ്വാതന്ത്ര്യം ആവശ്യപ്പെടുന്ന കൂട്ടായ്മയാണ്. ആ കൂട്ടായ്മയിൽ അംഗമായ പ്രാദേശിക ഇന്ത്യൻ ഭരണാധികാരി ടിപ്പു ആയിരുന്നു. കേരളത്തിൽ നേടിയ വിജയത്തിന്റെ ഓർമ്മയ്ക്കായിട്ട് ഫറോക്ക് പട്ടണം പണികഴിപ്പിച്ചത് ടിപ്പു ആയിരുന്നു. യുദ്ധമേഖലയിൽ റോക്കറ്റ് സാങ്കേതിക വിദ്യ ഉപയോഗിച്ച ആദ്യത്തെ ഇന്ത്യൻ പ്രാദേശിക ഭരണാധികാരി ടിപ്പു ആയിരുന്നു. അദ്ദേഹത്തിന്റെ കുതിര ദിൽകുഷ്. കൃതി എന്താണ്? ഫത്തുൽ മുജാഹിദീൻ. ഈ ഫത്തുൽ മുജാഹിദീൻ എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഓർമ്മ വരുന്നുണ്ടോ? ഓർമ്മ വരണം എന്നതാണ് യാഥാർത്ഥ്യം. യെസ്, നമ്മള് ഇന്ത്യ ചരിത്രം നവോത്ഥാന മേഖല പഠിച്ചില്ല. ഇനി അങ്ങോട്ട് മുമ്പ് പഠിക്കും. രാജാറാം മോഹൻ റോയ് ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് അല്ലെ. ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ആര്? രാജാറാം മോഹൻ റോയ്. ആ രാജാറാം മോഹൻ റോയിയുടെ കൃതികൾ PSC സ്ഥിരം ചോദിക്കുന്ന 2 പുസ്തകങ്ങളാണ്. ഒന്ന് പ്രിസെപ്റ്റ്സ് ഓഫ് ജീസസ്, അത് ഇംഗ്ലീഷിലാണ് എഴുതുക. മലയാളത്തിൽ പറഞ്ഞാൽ യേശുവിന്റെ കൽപ്പനകൾ എന്ന് നമ്മൾ പഠിക്കും. 2 PSC ചിലപ്പോൾ മലയാളത്തിലാണ് കൂടുതൽ ചോദിച്ചു കാണാറുള്ളത്. ഏക ദൈവ വിശ്വാസികൾക്ക് ഒരു സമ്മാനം അല്ലെങ്കിൽ ഒരു ഉപഹാരം എന്ന പുസ്തകം എഴുതിയത് ആര്? രാജാറാം മോഹൻ റോയ്. പക്ഷെ അദ്ദേഹം മലയാളത്തിലാണോ എഴുതിയത്? അല്ല, അറബിക്കിലാണ് എഴുതുക. അത് യഥാർത്ഥത്തില് ആ പുസ്തകത്തിന്റെ പേര് ഏക ദൈവ വിശ്വാസികൾക്ക് ഒരു ഉപഹാരം എന്ന പുസ്തകത്തിന്റെ യഥാർത്ഥ പേരിതായിരുന്നു തുഹ്ഫത്ത് ഉൽ മുവാവുദ്ദീൻ എന്നായിരുന്നു. എന്ന പേരിൽ അറിയപ്പെടുക തുഹ്ഫത്ത് ഉൽ മുവാവുദ്ദീൻ. അതേ സാമ്യമുള്ള മറ്റൊരു പുസ്തകം കൂടെയുണ്ട്, തുഹ്ഫത്തുൽ മുജാഹിദീൻ എന്ന് പറയുന്നത്. തുഹ്ഫത്തുൽ മുജാഹിദീൻ എന്ന് പറയുന്നത്. ആ 2 പുസ്തകവും ഞാൻ എന്ന് എഴുതിയിടാം. അപ്പൊ നമ്മുടെ ടിപ്പുവിന്റെ പുസ്തകം എന്താ? ഫത്ത് ഉൽ മുജാഹിദീൻ. ഫത്ത് ഉൽ മുജാഹിദീൻ. ഞാൻ അടുത്ത് എഴുതുന്നു തുഹ് ഫത്ത് ഉൽ മുജാഹിദീൻ. ഫത്തിന് പകരം തുഹ്ഫത്ത് ഉൽ മുജാഹിദീൻ. ആരാ എഴുതുക? തുഹ്ഫത്തുൽ മുജാഹിദീൻ എന്ന പുസ്തകം എഴുതിയത് ഷൈഖ് സൈനുദ്ദീൻ ആണ്. കേട്ടിട്ടുണ്ടോ ഷൈഖ് സൈനുദ്ദീനെ? ഷൈഖ് സൈനുദ്ദീൻ. ഷൈഖ് സൈനുദ്ദീൻ നിങ്ങൾ കേരള ചരിത്രം പഠിക്കുമ്പോൾ പഠിക്കുന്ന ഒരു വ്യക്തിത്വമാണ്. കേരള ചരിത്രത്തിലെ സിലബസിൽ ഒരു ഭാഗമുണ്ട് അല്ലെ, കേരള ചരിത്രത്തിലെ സാഹിത്യ സ്രോതസ്സുകൾ.
അവിടെ നിങ്ങൾ സംഘകാല കൃതികളൊക്കെ പഠിക്കാം. കേരള ചരിത്ര പരാമർശമുള്ള ആദ്യ കേരളീയ കൃതി, കേരള ചരിത്ര പരാമർശമുള്ള ആദ്യ കേരളീയ കൃതി അറബി മലയാളം ഭാഷയിൽ രചിക്കപ്പെട്ട തുഖ്ഫത്ത് ഉൽ മുജാഹിദീൻ ആയിരുന്നു. തുഫത്തുൽ മുജാഹിദീൻ ആയിരുന്നു. ഈ തുഫത്തുൽ മുജാഹിദീൻ എഴുതിയതാരാണ്? ഷൈഖ് സൈനുദ്ദീൻ ആണ്. ഇനി രാജാറാം മോഹനയുടെ ബുക്കിന്റെ പേരെന്താ? തുഖ്ഫത്ത് ഉൽ മുവാവുദ്ദീൻ. മുവാവുദ്ദീൻ. ജാക്ക് പകരം വായിട്ട് കഴിഞ്ഞാൽ ആരായി? രാജാറാം മോഹനയുടെ ബുക്കായി. രാജാറാം മോഹനയുടെ പുസ്തകമാണ് തുഫത്ത് ഉൽ മുവാവുദ്ദീൻ. ഈ തുഫത്തുൽ മുവാവുദ്ദീൻ എന്ന പുസ്തകത്തിന്റെ അർത്ഥം എന്താണ്? മലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ PSC ചോദിക്കുമ്പോ ഏക ദൈവ വിശ്വാസികൾക്ക്, ഏകദൈവ വിശ്വാസികൾക്ക് ഒരു ഉപഹാരം എന്നാണ് അറിയപ്പെടുക. ഒരു ഉപഹാരം അല്ലെങ്കിൽ നമുക്ക് എന്തെന്ന് പറയാം? സമ്മാനം എന്ന് പറയാം. ഏകദൈവ വിശ്വാസികൾക്ക് ഒരു ഉപഹാരം അല്ലെങ്കിൽ സമ്മാനം എന്ന് പറയാം. മനസ്സിലായോ? മറക്കില്ലെന്ന് കരുതിക്കോട്ടെ. യെസ്, എത്രയേ ഉള്ളൂ, സിമ്പിളാ. ഓക്കെ അല്ലേ? അപ്പോ നമ്മുടെ ടിപ്പുവിന്റെ ആത്മകഥാ പരാമർശമുള്ള പുസ്തകം, ടിപ്പുവിന്റെ ആത്മകഥാ പരാമർശമുള്ള പുസ്തകം, അല്ലെങ്കിൽ എന്ന് പറയാം, യെസ്, റോക്കറ്റ് സാങ്കേതിക വിദ്യയെ കുറിച്ച് പരാമർശിക്കുന്ന പുസ്തകം ഏതെന്ന് ചോദിച്ചാൽ ഏതെന്ന് പറയണം? ഫത്തുൽ മുജാഹിദീൻ എന്ന് പറയണം. കേരള ചരിത്ര പരാമർശമുള്ള ഷൈഖ് സൈനുദ്ദീന്റെ പുസ്തകത്തിന്റെ പേര് തുഫത്തുൽ മുജാഹിദീൻ ആണ്. രാജാറാം മോഹൻ റോയിയുടെ പുസ്തകത്തിന്റെ പേര് തുഫത്തുൽ മുവാവുദ്ദീനുമാണ്. ക്ലിയർ അല്ലേ? മറക്കില്ലല്ലോ. യെസ്. ഇനി നമുക്ക് അടുത്ത് പഠിക്കാനുള്ളത് റോബർട്ട് ക്ലൈവിനെ കുറിച്ചാണ്. ഓക്കെ അല്ലേ? യെസ്, നമുക്ക് റോബർട്ട് ക്ലൈവിലേക്ക് പോകാം. റോബർട്ട് ക്ലൈവ് ഇന്ത്യയിൽ ആകെ ഉണ്ടായിരുന്നത്, അതായത് സ്ഥിരമായി ഇന്ത്യയിൽ ഉണ്ടായിരുന്നത് 1757 മുതൽ 1769 വരെ. ഓക്കെ, അപ്പോ 1757 മുതൽ 1769 വരെയുള്ള കാലഘട്ടത്ത് ഇന്ത്യയിലെ വിവിധ സ്ഥലങ്ങളിൽ സൈനിക മേധാവിയായി സേവനം ചെയ്തു. എങ്ങനെ? സൈനിക മേധാവിയായി സേവനം ചെയ്തു. ഇതിനു മുൻപ് താൽക്കാലികമായി റോബർട്ട് ക്ലൈവ് വന്നിട്ട് പോയി. എപ്പോഴ്? രണ്ടാം കർണാടിക് യുദ്ധ കാലഘട്ടം 1751 ആർക്കോട്ട് ഭൂപ്രദേശം കിടക്കുന്നത് റോബർട്ട് ക്ലൈവ് ആയിരുന്നു. അപ്പോൾ താൽക്കാലിക സൈന്യാധിപനായിട്ട് അവരോധിക്കപ്പെട്ട ആളാണ്. ഇന്ത്യയിലെ ഒരു സ്ഥിരം സൈന്യാധിപനായി ഇദ്ദേഹം സേവനം ചെയ്യുന്നത് 1757 പ്ലാസി യുദ്ധം മുതൽ 1769 അവസാനിച്ച ഒന്നാം ആംഗ്ലോ മൈസൂർ യുദ്ധം വരെ. ഓക്കെ, ബംഗാളിലെ ആദ്യത്തെ ബ്രിട്ടീഷ് ഗവർണറായി ഇദ്ദേഹത്തെ നിയമിക്കുകയാണ്. ബംഗാളിലെ ആദ്യത്തെ ബ്രിട്ടീഷ് ഗവർണറായി നിയമിച്ചു എന്ന് 1765 മുതൽ 67 വരെ. അപ്പൊ റോബർട്ട് ക്ലൈവ് 1757 പ്ലാസി യുദ്ധം തൊട്ട് ഒന്നാം ആംഗ്ലോ മൈസൂർ യുദ്ധം അവസാനിക്കുന്ന 1769 ഇന്ത്യയിലെ വിവിധ പ്രദേശങ്ങളിൽ സൈനിക മേധാവിയായി സേവനം ചെയ്തു. അതിൽ 2 വർഷക്കാലം 1765 മുതൽ 67 വരെ അദ്ദേഹത്തിന് അധികമായി ബ്രിട്ടീഷ് ഗവർണർ എന്ന പദവി കൂടെ ലഭിക്കുകയും ചെയ്തു. അപ്പൊ ബംഗാളിലെ ആദ്യത്തെ ബ്രിട്ടീഷ് ഗവർണർ ആരാണ്? റോബർട്ട് ക്ലൈവ് ആണ്. ബംഗാളില് ബ്രിട്ടീഷ് ഗവർണറായി അവരോധിക്കപ്പെടുന്ന സമയത്ത് നമ്മുടെ റോബർട്ട് ക്ലൈവിന് ഓവർ കോൺഫിഡൻസ് ആയി. അദ്ദേഹം ബ്രിട്ടീഷ് ഗവൺമെന്റിന് കത്തെഴുതി, എനിക്ക് 2000 പട്ടാളക്കാരെ അയച്ചു തരിക, ഞാൻ ഭാരതം പിടിച്ചടക്കാം. എനിക്ക് 2000 പട്ടാളക്കാരെ അയച്ചു തന്നാൽ ഞാൻ ഭാരതം പിടിച്ചടക്കാം. ഒരു കോൺഫിഡൻസ് അദ്ദേഹത്തിന് നൽകിയത് അദ്ദേഹത്തിന് നേടിയ വിജയത്തിന്റെ അടിസ്ഥാനത്തിലാണ്. പക്ഷേ ഈ ഒരു കോൺഫിഡൻസ് ബ്രിട്ടീഷുകാരെ വിശ്വസിച്ചതിന്റെ ഫലമായിട്ടായിരിക്കാം അദ്ദേഹത്തെ 1767 ആംഗ്ലോ മൈസൂർ യുദ്ധത്തിന് നിയോഗിക്കുന്നത്. പക്ഷേ അദ്ദേഹം ദാരുണമായി അവിടെ പരാജയപ്പെടുക അല്ലെ? ഹൈദർലി ഇദ്ദേഹത്തെ പരാജയപ്പെടുത്തി. അതുവരെ ഇദ്ദേഹത്തിന്റെ സ്തുതി പാടിയ ഇദ്ദേഹത്തിന്റെ അനുകൂലികള് ഇദ്ദേഹം 1769 ഹൈദർലിയോട് പരാജയപ്പെട്ടപ്പോ, ഒന്നാം ആംഗ്ലോ മൈസൂർ യുദ്ധത്തിൽ പരാജയപ്പെട്ടപ്പോ ഇദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ വിമർശകരായിട്ട് മാറി. പക്ഷെ അപ്പോഴും ഇദ്ദേഹത്തിന്റെ ആത്മാർത്ഥ സുഹൃത്ത് ഇദ്ദേഹത്തോടൊപ്പം തന്നെ ഉണ്ടായിരുന്നു. ഇദ്ദേഹത്തിന്റെ ആത്മാർത്ഥ സുഹൃത്താണ് പിറ്റ്സ് എന്ന പേരിൽ അറിയപ്പെടുന്ന ബ്രിട്ടീഷ് രാഷ്ട്രീയ നേതാവ്. അദ്ദേഹത്തെ കുറിച്ച് ഞാൻ പറയാം. വില്യം പിറ്റ് എന്നാണ് അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേര് കേട്ടോ. ബ്രിട്ടീഷ് ഭരണത്തിന് അല്ലെങ്കിൽ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന്
അടിത്തറയിട്ട ബ്രിട്ടീഷ് സൈന്യാധിപനായിരുന്നു റോബർട്ട് ക്ലൈവ്. തുടക്കം കുറിച്ച വ്യക്തി അല്ലെ. അതുകൊണ്ട് ഇദ്ദേഹത്തെ എന്തെന്ന് വിളിക്കും? ബ്രിട്ടീഷ് ഇന്ത്യയിലെ ബാബർ എന്ന് വിളിക്കും. കാരണം മുഗൾ സാമ്രാജ്യത്തിന് തുടക്കം കുറിച്ച ആരാ? ബാബർ. അതുപോലെ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന് തുടക്കം കുറിച്ചു എന്ന അർത്ഥത്തിൽ നമ്മൾ റോബർട്ട് ക്ലൈവിനെ എന്തെന്ന് വിളിക്കും? ബ്രിട്ടീഷ് ഇന്ത്യയിലെ ബാബർ എന്ന് വിളിക്കും. ക്ലിയർ? ഇദ്ദേഹത്തെ നവാബ് മേക്കർ എന്ന് വിളിക്കുന്നു. എന്തുകൊണ്ട് നവാബ് മേക്കർ എന്ന് വിളിക്കുക? 1757 പ്ലാസി യുദ്ധത്തിൽ ബംഗാളിലെ നവാബായിരുന്ന സിറാജ് ഉദ്ദൗളയെ പരാജയപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് സിറാജ് ഉദ്ദൗളയുടെ ചെറിയ അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്ന എന്ത് ചെയ്യുന്നു? മിർ ജാഫറെ എന്ത് ചെയ്യുന്നു? യെസ്, റോബർട്ട് ക്ലൈവ് കൂട്ടുപിടിക്കുന്നു. സിറാജ് ഉദ്ദൗളയ്ക്ക് ശേഷം ബംഗാളിലെ നവാബായി മിർ ജാഫറിനെ നിയമിക്കാമെന്ന് വാഗ്ദാനം ചെയ്തു. അതുകൊണ്ടാണ് മിർ ജാഫർ പ്ലാസി യുദ്ധത്തിൽ പങ്കെടുക്കാത്തതും ബ്രിട്ടീഷുകാര് ഏകപക്ഷീയമായി വിജയിക്കുന്നത്. സിറാജ് ഉദ്ദൗളയ്ക്ക് ശേഷം ബംഗാളിന്റെ നവാബായി മിർ ജാഫറിനെ നിയമിക്കുന്നത് ആരാണ്? നമ്മുടെ റോബർട്ട് ക്ലൈവ് ആണ്. അതുകൊണ്ട് അദ്ദേഹത്തെ എന്തെന്ന് വിളിക്കുന്നു? നവാബ് മേക്കർ എന്ന് വിളിക്കുന്നു. ഓക്കെ അല്ലെ? അപ്പൊ ബ്രിട്ടീഷ് ഭരണത്തിന് അല്ലെങ്കിൽ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന് അടിത്തറയിട്ട ബ്രിട്ടീഷ് സൈന്യാധിപനാണ് റോബർട്ട് ക്ലൈവ് എന്ന അർത്ഥത്തിൽ അദ്ദേഹത്തെ ബ്രിട്ടീഷ് ഇന്ത്യയിലെ ബാബർ എന്നും, കൂടാതെ ബംഗാളിലെ നവാബായി ആരെ നിയമിക്കണമെന്ന് തീരുമാനിച്ചതുകൊണ്ട് അദ്ദേഹത്തെ എന്തെന്ന് വിളിച്ചു? നവാബ് മേക്കർ എന്ന് വിളിച്ചു. ബംഗാളിൽ ദ്വിഭരണത്തിന് തുടക്കം കുറിച്ചത് റോബർട്ട് ക്ലൈവ് ആയിരുന്നു. ഈ ദ്വിഭരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കണം, നികുതി പിരിവും കൂടാതെ നീതിന്യായ വ്യവസ്ഥയും. ഓക്കെ, ഇതിന് രണ്ടിനെയും രണ്ട് കാറ്റഗറൈസ് ചെയ്തു. ഒരു വിഭാഗം ഉദ്യോഗസ്ഥർ നികുതി പിരിക്കുന്നു. നികുതി തരാത്തവരുണ്ടെങ്കിൽ അത് പരാതിയായിട്ട് ആർക്ക് കൊടുക്കുന്നു? ജുഡീഷ്യറിക്ക്, നീതിന്യായ വിഭാഗത്തിന് കൊടുക്കുന്നു. വിചാരണ ചെയ്യുന്ന ആരാണ്? നീതിന്യായ വിഭാഗമാണ്. നീതിന്യായ വിഭാഗവും നികുതി പിരിവും രണ്ടും രണ്ട് സെക്ഷനായിട്ട് മാറ്റി എന്നർത്ഥം. അപ്പൊ ബംഗാളിൽ ദ്വിഭരണത്തിന് തുടക്കം കുറിച്ചത് ആരായിരുന്നു? റോബർട്ട് ക്ലൈവ് ആയിരുന്നു. ബ്രിട്ടീഷ് ഇന്ത്യയിൽ ആദ്യമായി കന്റോൺമെന്റുകൾ അഥവാ സൈനിക താവളങ്ങൾ ആരംഭിച്ചത് 1765 ആരായിരുന്നു? നമ്മുടെ റോബർട്ട് ക്ലൈവ് ആയിരുന്നു. ഓക്കെ, അതിനു മുമ്പ് കോട്ടകൾ പണിയെടുപ്പിച്ചിട്ടുണ്ടെങ്കിലും ഇന്നത്തെ കന്റോൺമെന്റുകൾക്ക് സമാനമായ സൈനിക വ്യൂഹം അല്ലെങ്കിൽ സൈനിക വിന്യാസം, എന്തിനും തയ്യാറായ, യുദ്ധത്തിന് പോലും തയ്യാറായ സൈനികരെ കൂട്ടിയോജിപ്പിച്ച സൈനിക താവളങ്ങൾക്ക്, ഇന്നത്തെ കന്റോൺമെന്റുകൾക്ക് സമാനമായ രീതി ആദ്യമായി അവലംബിച്ചത് ആരായിരുന്നു? നമ്മുടെ റോബർട്ട് ക്ലൈവ് ആയിരുന്നു കേട്ടോ. അപ്പോൾ കന്റോൺമെന്റുകൾക്ക് ഇന്ത്യയിൽ ആദ്യമായി തുടക്കം കുറിക്കുന്നത് 1765 ആരായിരുന്നു? റോബർട്ട് ക്ലൈവ് ആയിരുന്നു. ഓക്കെ അല്ലേ? മറക്കില്ലല്ലോ. യെസ്. അവിടെ നമ്മൾ പറയുന്നു ഇന്ത്യയിൽ ആദ്യമായി തപാൽ സംവിധാനം രൂപീകരിച്ചത് റോബർട്ട് ക്ലൈവ് ആണ്. 1767 ഇന്ത്യയിൽ ആദ്യമായി തപാൽ സംവിധാനം ആരംഭിച്ചത് റോബർട്ട് ക്ലൈവ് ആയിരുന്നു. പക്ഷേ ആ സമയത്ത് തപാൽ സംവിധാനം ഉപയോഗിച്ച് എന്തിനു വേണ്ടി മാത്രമാണ്? ബ്രിട്ടീഷ് ഭരണവുമായി ബന്ധപ്പെട്ട കത്തിടപാടുകൾ നടത്തുന്നതിന് വേണ്ടി മാത്രമാണ്. പൊതുജനങ്ങൾക്ക് ഉപയോഗിക്കാൻ അനുമതി ഒന്നും കിട്ടിയിരുന്നില്ല കേട്ടോ. ഒടുവില് ഇത് കുറച്ചുകൂടെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് വിവിധ സ്ഥലങ്ങളിൽ പോസ്റ്റ് ഓഫീസുകൾ ആരംഭിക്കുകയാണ് തുടർന്ന്. ആ പോസ്റ്റ് ഓഫീസുകളുടെ അധികാരം ക്രോഡീകരിക്കാൻ വേണ്ടി ജനറൽ പോസ്റ്റ് ഓഫീസ് എന്ന സംവിധാനം ആരംഭിക്കുന്നത് പിന്നീട് വാറൻ ഹേസ്റ്റിങ്സിന്റെ കാലഘട്ടത്താണ്. അപ്പോഴും ബ്രിട്ടീഷുകാര് ഭരണത്തിന് ആവശ്യമായ കത്തിടപാടുകൾ മാത്രമാണ് നടത്തിയത്. ഒടുവില് 1854 പൊതുജനങ്ങൾക്കും തപാല് സംവിധാനം ഉപയോഗിക്കാൻ ആരനുമതി നൽകി? ഡൽഹൌസി അനുമതി നൽകുകയും ഏറ്റവും മെച്ചപ്പെട്ട രീതിയിൽ ഭരണം കാഴ്ചവെക്കുവാൻ തപാൽ വകുപ്പ് ആരംഭിക്കുകയും ചെയ്തു. അപ്പൊ 3 ചോദ്യങ്ങൾ അവിടെ പ്രസക്തമാണ്. ഇന്ത്യയിൽ ആദ്യമായി തപാൽ സംവിധാനം ആരംഭിച്ച ബ്രിട്ടീഷ് ഭരണാധികാരി റോബർട്ട് ക്ലൈവ് ആണ്. ഇന്ത്യയിൽ ജനറൽ പോസ്റ്റ് ഓഫീസ് ആരംഭിച്ചത് വാറൻ ഹേസ്റ്റിങ്സ് ആണ്. തപാൽ വകുപ്പ് അഥവാ പൊതുജനങ്ങൾക്ക് തപാൽ സേവനം ഉപയോഗിക്കാൻ അനുമതി നൽകിയത് ആരാണ്? ഡൽഹൌസി പ്രഭുവാണ്. ഈ തപാൽ വകുപ്പ് ആരംഭിച്ചത് പൊതുജനങ്ങൾക്ക് ഉപയോഗിക്കാൻ അനുമതി നൽകിയതിനെ നമ്മൾ ആധുനിക തപാൽ സംവിധാനം എന്നാണ് വിശേഷിപ്പിക്കുക. അപ്പോ തപാൽ വകുപ്പ് അഥവാ ആധുനിക തപാൽ സംവിധാനം ആരംഭിച്ചത് ഡൽഹൌസി പ്രഭുവാണ്. നമ്മൾ പിന്നീട് പഠിക്കും, എങ്കിലും ഓർമ്മിപ്പിച്ചതാണ്. തപാൽ സംവിധാനം എന്ന് മാത്രമാണെങ്കിൽ ആരാ? റോബർട്ട് ക്ലൈവ് ആണ്. 1767. സർവേ ഓഫ് ഇന്ത്യക്ക് തുടക്കം കുറിച്ചത് റോബർട്ട് ക്ലൈവ് ആണ്. 1767. സർവേ ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം ഡെറാഡൂണാണ്. സർവേ ഓഫ് ഇന്ത്യ നിങ്ങൾ പഠിക്കുന്നത് ജോഗ്രഫി പഠിക്കുമ്പോഴാണ് അല്ലെ? സർവേ ഓഫ് ഇന്ത്യയുടെ ലക്ഷ്യം എന്താണ്? ഇന്ത്യയിൽ ധരാതലീയ ഭൂപടങ്ങൾ നിർമ്മിക്കുന്നതിനുള്ള സ്ഥാപനം, ഏജൻസിയാണ് എന്ത്? സർവേ ഓഫ് ഇന്ത്യ. ഇന്ത്യയിൽ ഭൂപടം നിർമ്മിക്കാനുള്ള അധികാരം ആർക്കാണ്? സർവേ ഓഫ് ഇന്ത്യക്കാണ്. ആ സർവേ ഓഫ് ഇന്ത്യക്ക് തുടക്കം കുറിച്ച് 1767 റോബർട്ട് ക്ലൈവിന്റെ കാലഘട്ടത്തായിരുന്നു. ഞാൻ നിങ്ങളോട് പറഞ്ഞു, റോബർട്ട് ക്ലൈവിനെ സ്തുതിപാടിയവരൊക്കെ
ഈ ഒന്നാം ആംഗ്ലോ മൈസൂർ യുദ്ധത്തിന് ശേഷം അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ വിമർശകരായിട്ട് മാറി. 1772 ഇദ്ദേഹം അധികാര ദുർവിനിയോഗം നടത്തി എന്ന് പറഞ്ഞുകൊണ്ട് ഇദ്ദേഹത്തെ സ്ഥാനഭ്രഷ്ടനാക്കുന്നതിന് വേണ്ടിയിട്ട് ഇദ്ദേഹത്തിനെതിരെ ഇംപീച്ച്മെന്റ് പ്രമേയം അവതരിപ്പിച്ചു. ഇംപീച്ച്മെന്റ് നടപടി നേരിടാനുള്ള കാരണമായി പറഞ്ഞത് അവിഹിത സ്വത്ത് സമ്പാദിച്ചു എന്നാരോപിച്ചുകൊണ്ട്. പിന്നീട് ഇദ്ദേഹത്തെ ഇംപീച്ച്മെന്റ് നടപടി നേരിട്ടുവെങ്കിലും കുറ്റവിമുക്തനാക്കുകയാണ്. പക്ഷേ ഇംപീച്ച്മെന്റ് നടപടി നേരിട്ടതിൽ ഒത്തിരി മാനസികമായി ഇദ്ദേഹം ബുദ്ധിമുട്ട് അനുഭവിക്കുകയും അതിന്റെ പേരിൽ 1774 ഇദ്ദേഹം ആത്മഹത്യ ചെയ്യുകയും ചെയ്തു. ഇദ്ദേഹത്തിന്റെ ആത്മാർത്ഥ സുഹൃത്താണ് വില്യം പിറ്റ് എന്ന് ഞാൻ പറഞ്ഞു അല്ലെ. പക്ഷെ വില്യം പിറ്റ് ആ സമയത്ത് ബ്രിട്ടീഷ് രാഷ്ട്രീയ നേതാവാണെങ്കിലും പ്രതിപക്ഷ സ്ഥാനത്തായതുകൊണ്ട് അദ്ദേഹത്തിന് കൂടുതൽ ഒന്നും തന്നെ ഇദ്ദേഹത്തിന് ഫേവറായിട്ടൊന്നും ചെയ്യാൻ പറ്റിയില്ല. എങ്കിലും അദ്ദേഹം നമ്മുടെ വില്യം പിറ്റ് എന്ന് പറയുന്ന വ്യക്തി ഇദ്ദേഹത്തെ റോബർട്ട് ക്ലൈവിനെ ഇങ്ങനെ വിശേഷിപ്പിച്ചു, സ്വർഗത്തിൽ ജനിച്ച യോദ്ധാവ്. അപ്പൊ സ്വർഗത്തിൽ ജനിച്ച യോദ്ധാവ് എന്നറിയപ്പെടുന്നത് ആരെന്ന് PSC ചോദിക്കും. ആരാ? റോബർട്ട് ക്ലൈവ്. അങ്ങനെ റോബർട്ട് ക്ലൈവിനെ വിശേഷിപ്പിച്ചത് ആര് എന്ന് ചോദിച്ചാൽ ആരാണ്? വില്യം പിറ്റ് എന്ന ബ്രിട്ടീഷ് രാഷ്ട്രീയ നേതാവുമാണ്. ഈ വില്യം പിറ്റിന്റെ കാര്യം ഓർമ്മയിൽ ഉണ്ടായിരിക്കട്ടെ. തുടർന്നുള്ള ക്ലാസ്സുകളിൽ വില്യം പിറ്റിനെ നമുക്ക് വേണം കേട്ടോ. ഞാൻ നിങ്ങളോട് ചോദിക്കും വില്യം പിറ്റിനെ. ഓക്കെ, ഇത്രയേ ഉള്ളൂ നമ്മുടെ റോബർട്ട് ക്ലൈവിനെ കുറിച്ച്. ഒന്ന് റിവിഷൻ ചെയ്താലോ? റോബർട്ട് ക്ലൈവ് 1757 മുതൽ 1769 വരെ ഇന്ത്യയിൽ വിവിധ സ്ഥലങ്ങളിൽ സൈനിക മേധാവിയായി സേവനം ചെയ്തു. ബംഗാളിന്റെ ആദ്യ ബ്രിട്ടീഷ് ഗവർണറായി നിയമിക്കപ്പെട്ടു 1765 മുതൽ 67 വരെയുള്ള കാലഘട്ടത്തിൽ. എനിക്ക് 2000 പട്ടാളക്കാരെ അയച്ചു തരിക, ഞാൻ ഭാരതം പിടിച്ചടക്കാമെന്ന് പറഞ്ഞത് റോബർട്ട് ക്ലൈവ് തന്നെ. ബ്രിട്ടീഷ് ഭരണത്തിന് അല്ലെങ്കിൽ സാമ്രാജ്യത്തിന് അടിത്തറയിട്ട ബ്രിട്ടീഷ് സൈന്യാധിപനായതുകൊണ്ട് ഇദ്ദേഹത്തെ ബ്രിട്ടീഷ് ഇന്ത്യയിലെ ബാബർ എന്ന് വിളിക്കുന്നു. നവാബ്, ബംഗാൾ നവാബിനെ പുനർനിയമിച്ചത് കൊണ്ട് നവാബ് മേക്കർ എന്ന് വിളിക്കുന്നു. ബംഗാളിൽ ദ്വിഭരണത്തിന് തുടക്കം കുറിച്ചു എന്ന് പറഞ്ഞാൽ നികുതി പിരിവിന് വേണ്ടി ഒരു ഉദ്യോഗസ്ഥ വിഭാഗത്തെ ക്രമീകരിച്ചു. 2, നീതിന്യായ വിഭാഗം നികുതി തരാത്തവരെ വിചാരണ ചെയ്യാൻ വേണ്ടി പ്രത്യേക ഉദ്യോഗസ്ഥരെ നിയമിച്ചു. ഇന്ത്യൻ ചരിത്രത്തിൽ ആദ്യമായി കന്റോൺമെന്റുകൾ, ഇന്നത്തെ കന്റോൺമെന്റുകൾക്ക് സമാനമായ സൈനിക താവളങ്ങൾക്ക് തുടക്കം കുറിച്ചത് റോബർട്ട് ക്ലൈവ് ആയിരുന്നു 1765. ബ്രിട്ടീഷ് ഭരണ സംവിധാനത്തിന് വേണ്ടിയിട്ട് തപാൽ സംവിധാനം ആരംഭിച്ചത് 1767 റോബർട്ട് ക്ലൈവ് ആണ്. സർവേ ഓഫ് ഇന്ത്യക്ക് തുടക്കം കുറിച്ചത് റോബർട്ട് ക്ലൈവ് 1767. 1772 ഇംപീച്ച്മെന്റ് നടപടി നേരിട്ടു, അവിഹിത സ്വത്ത് സമ്പാദിച്ചു എന്ന് ആരോപിച്ചുകൊണ്ട്. തുടർന്ന് അദ്ദേഹത്തെ ഇംപീച്ച്മെന്റ് നടപടിക്ക് ശേഷം കുറ്റവിമുക്തനായി പ്രഖ്യാപിച്ചുവെങ്കിലും അദ്ദേഹത്തിന്റെ മാനസിക സമ്മർദ്ദം കാരണം 1774 അദ്ദേഹം ആത്മഹത്യ ചെയ്തു. സ്വർഗത്തിൽ ജനിച്ച യോദ്ധാവ് എന്ന് റോബർട്ട് ക്ലൈവിനെ വിശേഷിപ്പിച്ചത് ആരായിരുന്നു? വില്യം പിറ്റ് ആയിരുന്നു. ഇനി അവസാനമായി ഒരു കാര്യം കൂടെ ഞാൻ സൂചിപ്പിക്കാം. 1772 ഇദ്ദേഹത്തിന് ഇംപീച്ച്മെന്റ് നടപടി നേരിട്ടു എന്ന് പറഞ്ഞല്ലോ. ഇദ്ദേഹത്തെ ഇംപീച്ച്മെന്റ് നടപടിക്ക് വിധേയനാക്കുവാൻ പിന്നിൽ പ്രവർത്തിച്ച വ്യക്തി വാറൻ ഹേസ്റ്റിങ്സ് എന്നാണ് പൊതുവായി വിലയിരുത്തുന്നത്. ഓക്കെ, വാറൻ ഹേസ്റ്റിങ്സ് എന്ന് പറയുന്ന ബ്രിട്ടീഷ് സൈന്യാധിപനാണ് ഇദ്ദേഹത്തെ, അതായത് റോബർട്ട് ക്ലൈവിനെ ഇംപീച്ച്മെന്റിന് വിധേയനാക്കാൻ കാരണക്കാരൻ എന്നാണ് പൊതുവിൽ വിലയിരുത്തുക. അങ്ങനെ ആരോപിച്ചത് റോബർട്ട് ക്ലൈവിന്റെ ആത്മാർത്ഥ സുഹൃത്തായ വില്യം പിറ്റുമായിരുന്നു. വില്യം പിറ്റിനെ കുറിച്ചും റോബർട്ട് ക്ലൈവിനെ ഇംപീച്ച്മെന്റിന് വിധേയനാക്കാൻ കാരണക്കാരനായ വാറൻ ഹേസ്റ്റിങ്സിനെ കുറിച്ചും നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിച്ചുറപ്പിക്കാം. ഇവര് തമ്മിലുള്ള ഒരു ക്ലാഷ് ഉണ്ട് അവിടെ കേട്ടോ. ഓക്കെ, അപ്പൊ അടുത്ത ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു തുടങ്ങുന്നത് ബ്രിട്ടീഷ് ഇന്ത്യയിലെ ഗവർണർ ജനറൽമാരെ കുറിച്ചാണ്. ബ്രിട്ടീഷ് ഇന്ത്യയിലെ ഗവർണർ ജനറൽമാരെ കുറിച്ച് ആദ്യം പഠിക്കുന്നത് വാറൻ ഹേസ്റ്റിങ്സിനെ. ഓക്കെ അല്ലേ? അപ്പോൾ ഇന്ന് പഠിച്ച കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കി വെക്കുക. കുറച്ച് ദൈർഘ്യമേറിയ ക്ലാസ് ആയിരുന്നു എങ്കിലും നിങ്ങൾക്ക് ആധികാരികമായി മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ സമയമെടുത്ത് പഠിക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് അത് മനസ്സിലാകുമെന്ന് കരുതുന്നു. റിവിഷൻ ചെയ്ത് ഉറപ്പിക്കുക, സെറ്റ് ആവും കേട്ടോ. ബി ഹാപ്പി ഓൾവേസ്. ഓക്കെ, അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ ബൈ.